ഗുഡ് ഈവനിങ് ടു വൺ ആൻഡ് ഓൾ പ്രസന്റ് ഹിയർ. ഇന്ന് നമ്മൾ MSc സെഷന്റെ സെഷൻ 3 ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മുടെ കൂടെ സൈക്കോളജിയിലെ അക്ഷര മാം ഉണ്ട്, പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന അർച്ചന മാമും ഉണ്ട് നമ്മുടെ കൂടെ ഈ സെഷൻ കണ്ടിന്യൂ ചെയ്യാൻ. അപ്പൊ നമുക്ക് സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ പ്രസന്റേഷൻ ചെയ്യാം, കാണുന്നുണ്ടോ എന്ന് പറയണേ. അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് സെഷൻ 3 ഇന്നോവേറ്റ് വിത്ത് ലേൺ വൈസ് സ്ട്രാറ്റജീസ് ഫോർ മോഡേൺ ലേണിംഗ് എന്ന് പറയുന്നതാണ്. ഇപ്പോൾ ത്രൂ ഔട്ട് നമ്മുടെ ഓറിയന്റേഷന്റെ 3ാമത്തെ സെഷൻ ആണ്. സോ ഇപ്പൊ നമ്മളൊരു നമ്മുടെ ഇന്ററാക്ഷൻ തുടങ്ങിയിട്ട് ഇപ്പൊ ഒരു 2 സെഷൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി ഈ ഒരു സെഷനിൽ നമ്മൾ എന്താ പറയാ, കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് സബ്ജക്ട് സ്പെസിഫിക് ആയിട്ടാണ് നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്നത്. സോ ഐ വുഡ് ലൈക്ക് ടു വെൽക്കം ഓൾ ഓഫ് യു ഓൺ ബിഹാഫ് ഓഫ് ലേൺ വൈസ്. ഓക്കെ, അപ്പൊ ഈ ഒരു സെഷനകത്തുനിന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതെന്ന് ആദ്യം പറയാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ സിലബസിനെ ഒന്ന് ഡീകോഡ് ചെയ്യാൻ പോവാണ്. എന്തൊക്കെയാണ് നിങ്ങളുടെ സിലബസിനകത്ത് സ്പെഷ്യാലിറ്റീസ്, എന്തൊക്കെയാണ് അതിനകത്തുള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് സിലബസ് ഡീകോഡിംഗ് എന്ന് പറയുന്ന സെഷനിൽ നമ്മൾ ചെയ്യുന്നത്. പിന്നെ നിങ്ങൾ എല്ലാവരും ഇത്ര നാളുകൊണ്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന അക്കാഡമിക് ടൈം ടേബിൾ എവിടെയാണ്, അതുകൊണ്ട് പഠിക്കാൻ പറ്റാത്ത സ്റ്റുഡൻസ് ഉണ്ട്. സോ അക്കാഡമിക് ടൈം ടേബിളും കൂടെ നമ്മളിവിടെ റിലീസ് ചെയ്യാണ് ഈ ഒരു സമയത്ത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ലേൺ വൈസിൽ എന്തൊക്കെ കണ്ടന്റ്സ് അവൈലബിൾ ആണ്, നിങ്ങൾക്ക് അറിയാം ഓൾറെഡി, നിങ്ങൾ കുറച്ചായിട്ട് അത് കാണുന്നു എടുക്കുന്നൊക്കെ ഉണ്ട്. പക്ഷെ അതിന്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. സോ ലെറ്റ്സ് ഡൈവ് ഇൻ ടു ഡീകോഡിംഗ് ദി സിലബസ്. സോ അപ്പോ നമുക്ക് അറിയാം MSc കോഴ്സ് എന്ന് പറയുന്നത് മാസ്റ്റർ ഓഫ് സയൻസ് ഇൻ ഫിസിക്സ് നമ്മുടെ സ്കൂൾ ഓഫ് സയൻസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഇഗ്നോടെ. അതിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഓഫ് ഫിസിസിസ്റ്റും അതുപോലെ തന്നെ കുറെ ടീച്ചേഴ്സും എല്ലാവരും കൂടെ തീരുമാനിച്ച് എന്താ പറയാ എസ്റ്റാബ്ലിഷ് ചെയ്തൊരു പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ് ചെയ്തൊരു കോഴ്സാണ് MSc ഫിസിക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ MSc ഫിസിക്സ് എന്ന് പറയുന്ന കോഴ്സ് 2 വർഷത്തെ കോഴ്സാണ്. സോ ഇറ്റ് ഈസ് കംപ്രൈസിങ് ഓഫ്, നമ്മൾ ഫസ്റ്റ് ഇയറിൽ കുറച്ച് സബ്ജക്ട്സ് നമ്മൾ പഠിക്കുന്നുണ്ട്, പിന്നെ അത് കഴിഞ്ഞ് സെക്കൻഡ് ഇയറിൽ കുറച്ച് സബ്ജക്ട്സ് ഉണ്ട്. അതുപോലെ തന്നെ കൂടാതെ നമുക്ക് പ്രാക്ടിക്കൽ പോർഷൻസും കൂടി ഇതിനകത്ത് ഡിസ്കസ് ചെയ്യാനായിട്ടുണ്ട്. അങ്ങനെ ഈ 2 വർഷത്തെ കോഴ്സ് ഇറ്റ് ക്യാൻ ബി കംപ്ലീറ്റഡ് വിത്തിൻ 4 ഇയേഴ്സ്. അങ്ങനെയാണ് ഇതിന്റെ ഒരു സിസ്റ്റം ബേസ്ഡ് ഒക്കെ വരുന്നത്. അപ്പൊ ഫസ്റ്റ് ഇയറിൽ നമ്മൾ നോക്കാൻ പോകുന്ന സബ്ജക്ട്സ് എന്തൊക്കെയാണ്, അതിൽ എന്തൊക്കെ ടോപ്പിക്സ് ആണ് നമ്മൾ ലീഡ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിനു മുമ്പ് നിങ്ങൾക്കൊരു ഒരു ബ്രീഫ് ഐഡിയ ഞാൻ തരാം. അതായത് നമ്മുടെ ഈ ഹോൾ സിലബസിനെ ബ്ലോക്സ് ആക്കിയിട്ടും യൂണിറ്റ്സ് ആക്കിയിട്ടും ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. സോ വാട്ട് ഇസ് മെൻ ബൈ ബ്ലോക്സ്? ബ്ലോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓരോ ചാപ്റ്റേഴ്സിനെയും, ഓരോ പേപ്പറിലെ ഓരോ ചാപ്റ്റേഴ്സിനെയും ബ്ലോക്സ് ആക്കിയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. സോ ആ ചാപ്റ്ററിലെ സബ് ടോപ്പിക്സ് ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് സബ് ടോപ്പിക്സ് ആണ് നമ്മൾ യൂണിറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. സോ നിങ്ങളുടെ SLM നോക്കിക്കഴിഞ്ഞാലും അല്ലെങ്കിൽ വീഡിയോസ് നോക്കിക്കഴിഞ്ഞാലും യു വിൽ ഗെറ്റ് ടു സീ ഓൾ ദീസ് തിങ്സ്. അപ്പോൾ ഈ ബ്ലോക്സ് എന്ന് പറയുന്നതും നമ്മുടെ യൂണിറ്റ്സ് എന്ന് പറയുന്നതും ദിസ് ഇസ് ഹൗ ഇറ്റ് ഇസ് ഡൺ. പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പോ ഇതിനകത്ത് കണ്ടതുപോലെ തന്നെ ക്രെഡിറ്റ്സ് എന്ന് പറയുന്ന ഒരു പോർഷൻ നിങ്ങൾക്ക് കാണാം. സോ വാട്ട് ഇസ് മെൻ ബൈ ക്രെഡിറ്റ്സ്? ക്രെഡിറ്റ്സ് എന്ന് പറഞ്ഞാൽ വെയിറ്റേജ് ആണ്. ഒരു സബ്ജക്റ്റിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട്, ആ സബ്ജക്റ്റ് കോർ ആണോ, വെദർ ഇറ്റ് ഇസ് എലക്റ്റീവ്, അങ്ങനെയുള്ള കുറച്ച് ഡിസ്റ്റിങ്ഷൻസ് കൊടുക്കുന്നത്, എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുത്ത് നമ്മൾ ആ സബ്ജക്ട് പഠിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ക്രെഡിറ്റ്സ് വഴി നമുക്ക് പറയുന്നത്. സോ 1 ക്രെഡിറ്റ് ഇസ് ഈക്വൽ ടു 30 സ്റ്റഡി അവേഴ്സ് ആണ് വരുന്നത്. സോ അപ്പൊ അത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളതാണ്. ഇപ്പൊ നിങ്ങളുടെ ഈ കോഴ്സിനകത്ത് വരുമ്പോഴത്തേക്കും 4 ക്രെഡിറ്റ്സ് ആൻഡ് 2 ക്രെഡിറ്റ്സ് ഉള്ള സബ്ജക്ട്സ് ആണ് കൂടുതൽ. ഇത് 4 ക്രെഡിറ്റ്സ് എന്ന് പറയുമ്പോഴത്തേക്കും കുറച്ചും കൂടി ഇമ്പോർട്ടന്റ് ആണ് കമ്പയർ ടു ദ 2 ക്രെഡിറ്റ്സ്. അപ്പൊ ഇതിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും മാത്തമാറ്റിക്കൽ ഫിസിക്സ്, ക്ലാസിക്കൽ മെക്കാനിക്സ്, ഇലക്ട്രോ മാഗ്നറ്റിക് തിയറി, ക്വാണ്ടം മെക്കാനിക്സ്, ഇലക്ട്രോണിക്സ്, ക്ലാസിക്കൽ മെക്കാനിക്സ് 2, ക്ലാസിക്കൽ ഇലക്ട്രോ ഡൈനാമിക്സ്, പിന്നെ ക്വാണ്ടം മെക്കാനിക്സ്, പിന്നെ നമുക്ക് 2 പ്രാക്ടിക്കൽസ് ആണ് വരുന്നത്. പ്രാക്ടിക്കലിന് 4 ക്രെഡിറ്റ്സ് കൊടുക്കുന്നത് കൊണ്ട് തന്നെ ദിസ് ഇസ് വെരി ഇമ്പോർട്ടന്റ് എന്നുള്ളതാണ് ഫസ്റ്റ് ഇയറിൽ ഈ ഒരു സെഷന്റെ ഒരു എന്താ പറയാ ഒരു ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് സെക്കൻഡ് ഇയർ വരുമ്പോഴത്തേനും നമ്മൾ ഫസ്റ്റ് ഇയർ പഠിച്ച സബ്ജക്ട്സിലെല്ലാം ബേസിക്സ് ആണ്. ഇത് നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുള്ള സബ്ജക്ട്സ് ആയിരിക്കും, ഡിഗ്രിയിൽ കണ്ടിട്ടുള്ള സബ്ജക്ട്സ് തന്നെയായിരിക്കും. അതിന്റെ കുറച്ചും കൂടി ഒരു എൻഹാൻസ്ഡ് വേർഷൻ ആണ് ഇതിനകത്ത് നമ്മുടെ MSc സിലബസിനകത്ത് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ ആണല്ലോ? അപ്പൊ ഇനി സെക്കൻഡ് ഇയറിലെ സബ്ജക്ട്സിലോട്ട് വരുമ്പോഴത്തേക്കും ദിസ് ഇസ് എ ലിറ്റിൽ ബിറ്റ് ആപ്ലിക്കേഷൻ ടൈപ്പ്. സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ്, കണ്ടൻസ്ഡ് മാറ്റർ ഫിസിക്സ്, ഒപ്റ്റിക്സ്, കമ്പ്യൂട്ടേഷണൽ ഫിസിക്സ്, മെറ്റീരിയൽ സയൻസ്, എലമെന്റ്സ് ഓഫ് റേഡിയാക്ടർ ഫിസിക്സ്, അറ്റോമിക് ആൻഡ് മോളിക്കുലാർ ഫിസിക്സ്, ന്യൂക്ലിയർ ആൻഡ് പാർട്ടിക്കിൾ ഫിസിക്സ്, നാനോ ഫിസിക്സ് ആൻഡ് കമ്പ്യൂട്ടേഷണൽ ലാബ്. അപ്പൊ അതിലാണ് കമ്പ്യൂട്ടേഷണൽ ലാബ് നമുക്ക് വരുന്നത്.
ഇത്രയും സബ്ജക്ട്സ് ആണ് നമുക്ക് സെക്കൻഡ് ഇയറിൽ നമുക്ക് പഠിക്കേണ്ടി വരുന്നത്. ഓക്കെ, ഇതിന്റെ നമ്മൾ ക്രെഡിറ്റ്സ് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാലും ഓൾമോസ്റ്റ് നിങ്ങൾക്ക് മിക്ക സബ്ജക്റ്റിനും 4 ക്രെഡിറ്റ്സ് കൊടുക്കുന്നത് കൊണ്ട് തന്നെ ദിസ് ഈസ് വെരി ഇമ്പോർട്ടന്റ് എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പൊ നിങ്ങൾ ഇതിനകത്ത് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഇലക്ടീവ് കോഴ്സസും ഉണ്ട്, അതുപോലെ തന്നെ 4 കോഴ്സസും ഉണ്ട്. അപ്പൊ ടോട്ടൽ നിങ്ങൾക്കൊരു 74 ക്രെഡിറ്റ്സ് ആണ് ഒരു സബ്ജക്റ്റിനകത്തുനിന്ന് നമുക്ക് ഈ ഒരു 2 ഇയേഴ്സ് കൊണ്ട് നിങ്ങൾ ഏൺ ചെയ്യാൻ പോകുന്നത്. ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഓരോ സബ്ജക്ട്സ് എന്താണ്, ഫസ്റ്റ് ഇയറിൽ നിങ്ങൾക്ക് എന്തൊക്കെ സബ്ജക്ട്സ് നിങ്ങൾ ഡീൽ ചെയ്യണം, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ചും കൂടി നോക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ മാത്തമാറ്റിക്കൽ ഫിസിക്സ്. മാത്തമാറ്റിക്കൽ മെത്തേഡ്സ് ഇൻ ഫിസിക്സ് എന്ന് പറഞ്ഞാൽ ഫിസിക്സിൽ വേണ്ട മാത്തമാറ്റിക്കൽ മെത്തേഡ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പാർട്ട് ഓഫ് സബ്ജക്റ്റ് ആണ് ഇത്. ഇതിലെ ഫസ്റ്റ് ബ്ലോക്കിൽ വരുന്നതാണ് പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ആൻഡ് സ്പെഷ്യൽ ഫംഗ്ഷൻസ്. ഇവിടെയാണ് നമ്മുടെ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻസിന്റെ പാർഷ്യൽ ഫംഗ്ഷൻസും അതുപോലെ തന്നെ സ്പെഷ്യൽ ഫംഗ്ഷൻസിനെ പറ്റിയിട്ട് നമ്മൾ പഠിക്കുക. ബെസൽ ഫംഗ്ഷൻസ്, ലെജൻഡർ പോളിനോമിയൽ തുടങ്ങിയ കുറച്ച് ന്യൂ ടൈപ്പ് ഓഫ് ഫംഗ്ഷൻസ്. അത് കുറച്ചും കൂടി ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് നമ്മുടെ ക്വാണ്ടം മെക്കാനിക്സിലോട്ടൊക്കെ പോകുമ്പോഴത്തേനും നിങ്ങൾക്ക് അത് കൂടുതൽ മനസ്സിലാവും. വൈ ഹാവ് വി സ്റ്റഡീഡ് ദിസ് പെർട്ടിക്കുലർ സബ്ജക്ട് ഇൻ ദിസ് ഏരിയ എന്നുള്ളത്. ഓക്കെ, അപ്പോ അതൊക്കെ ഡീൽ ചെയ്യുന്നതാണ് ഫസ്റ്റ് ബ്ലോക്ക് എന്ന് പറയുന്നത്. ഫസ്റ്റ് ബ്ലോക്കിൽ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് വരും, പിന്നെ അതുപോലെ തന്നെ ബെസൽ ഫംഗ്ഷൻസ്, ലെജൻഡർ ഈ സ്പെഷ്യൽ ഫംഗ്ഷൻസിൽ തന്നെ ലെജൻഡർ പോളിനോമിയൽ വരുന്നുണ്ട്, പിന്നെ ലാഗർ വരുന്നുണ്ട്. അങ്ങനെ പല പല പേരുള്ള പല പല പോളിനോമിയൽസ് പല പല ഫോം, അതിന്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ അത് ഇങ്ങനെയാണ് ഡിറൈവ് ചെയ്യുന്നത്. അങ്ങനത്തെ മെത്തേഡ്സ് ആയിരിക്കും നമ്മൾ ഡീകോഡ് ചെയ്ത് എടുക്കുന്നുണ്ടാവുക. ഇനി സെക്കൻഡ് ബ്ലോക്കിലേക്ക് വരുമ്പോഴത്തേനും നമ്മുടെ വെക്ടർ സ്പേസസിലേക്കാണ് നമ്മൾ നടക്കുന്നത്. വെക്ടർ സ്പേസസ്, മെട്രിസസ് ആൻഡ് ടെൻസേഴ്സ്. നമുക്കറിയാം വെക്ടർ എന്താണ്, ഒരു മെട്രിക്സ് ഫോർമാറ്റ് എന്താണ്, വെക്ടർ ഒരു 2D സ്പേസില്, മെട്രിക്സ് കുറച്ചും കൂടി ഒരു ഇലാബറേറ്റഡ് ഫേസിൽ, ടെൻസേഴ്സ് വരുമ്പോഴത്തേനും കുറച്ചും കൂടി എക്സ്റ്റൻഷൻ ആണ് ടെൻസേഴ്സ് വരുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ബ്ലോക്കിനകത്ത് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുക. സോ ഫസ്റ്റ് 2 ബ്ലോക്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേനും നമുക്ക് പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻസിനെ പറ്റിയിട്ടും വെക്ടേഴ്സിനെ പറ്റിയിട്ടും ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ഐഡിയ ആണ് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. കാണുമ്പോൾ കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നുമെങ്കിലും ദിസ് ഇസ് നോട്ട് ദാറ്റ് ഡിഫിക്കൽട്ട്. അത് ഫംഗ്ഷൻസ് വരുമ്പോഴാണ് ഓൾമോസ്റ്റ് എല്ലാത്തിനും ഒരേ രീതിയാണ് അവർ ഫോളോ ചെയ്യുന്നത്. ദ ഓൺലി ഡിഫറൻസ് ഇസ് ദാറ്റ് ദേ ആർ ഡിഫറെന്റ് നൊട്ടേഷൻസ് ആണ് അവർ യൂസ് ചെയ്യുന്നത്, അത്രേ ഉള്ളൂ. പിന്നെ അടുത്തത് കോംപ്ലക്സ് അനാലിസിസ് ആണ്. ഐ ഫോർമാറ്റിൽ നമ്മൾ എഴുതുന്നത് 2i + 3j എന്നൊക്കെ പറഞ്ഞ ഐ ഫോർമാറ്റിൽ എഴുതുന്ന കോംപ്ലക്സ് അനാലിസിസ് ആണ് ഇതിനകത്ത് വരുന്നത്. അതിനകത്ത് നമ്മൾ റെസിഡ്യൂ തിയറം പറയും, അതുപോലെ കോംപ്ലക്സ് ഇന്റഗ്രേഷൻസും നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യും. നിങ്ങൾ ഡിഗ്രി പഠിച്ച സമയത്ത് മാത്തമാറ്റിക്സിൽ പഠിച്ചിരിക്കുന്ന, നിങ്ങളുടെ കോംപ്ലിമെന്ററി കോഴ്സായ മാത്സിൽ പഠിച്ചിരിക്കുന്ന ചില കാര്യങ്ങൾ ഇതിനകത്ത് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ മാത്തമാറ്റിക്കൽ മെത്തേഡ്സിൽ പഠിക്കുന്നുണ്ട്. അതാണ് ബ്ലോക്ക് 3. നെക്സ്റ്റ് വൺ ഇസ് ഫോറിയർ ട്രാൻസ്ഫോർമേഷൻ ആൻഡ് ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ. ഇത് 2 ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻസ് ആണ്. ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷനും ഫോറിയർ ട്രാൻസ്ഫോർമേഷനും നിങ്ങൾ ഡിഗ്രി സമയത്ത് പഠിച്ചിട്ടുണ്ടാവുമായിരിക്കും. അതിന്റെ തന്നെ ഒരു എക്സ്റ്റെൻഡഡ് വേർഷൻസ് ഒന്നും പറയാൻ പറ്റില്ല, ഒരു റിഫൈൻഡ് വേർഷൻ തന്നെയാണ്. ഫോറിയർ ട്രാൻസ്ഫോർമേഷൻ എന്തിനെ, എവിടെ, എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ആണ് ഇതിനകത്ത് മെൻഷൻ ചെയ്യുന്നത്. ഓക്കെ, അതോടുകൂടെ നമ്മൾ ബ്ലോക്ക് 4 കംപ്ലീറ്റ് ചെയ്യാണ്. Then we comes to the block 5, which comprises of the group theory. Group theory in the sense, അത് നിങ്ങൾക്ക് ഒരു ന്യൂ ടോപ്പിക് ആയിരിക്കും ആക്ച്വലി ഗ്രൂപ്പ് തിയറി എന്ന് പറയുന്നത്. ഗ്രൂപ്പ് തിയറി ആക്ച്വലി എന്താ പറയാ, SO2 ഗ്രൂപ്പ്, SO3 ഗ്രൂപ്പ് അങ്ങനെയൊക്കെ പറയുന്നത്. അതായത് കുറച്ചും കൂടെ എന്താ പറയാ, നമ്മൾ മെറ്റീരിയൽ സയൻസ് എന്ന് പറയുന്ന ഒരു ഫീൽഡിലേക്ക് കടക്കുമ്പോഴത്തേനും കുറച്ചും കൂടി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു തിയറിയാണ് ഗ്രൂപ്പ് തിയറി എന്ന് പറയുന്നത്. അതിൽ സെറ്റ്സ്, മാപ്പിംഗ്, മെട്രിക്സ് റെപ്രസെന്റേഷൻസ്, കണ്ടിന്യൂസ് ഗ്രൂപ്പ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യും. ആക്ച്വലി അതിന് ഒരു എന്താ പറയാ, ഒരു ഇതുണ്ട്, ഒരു നേക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അങ്ങോട്ട് അത് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കാൻ പറ്റും. ഇങ്ങനെ 5 ബ്ലോക്സോട് കൂടെ നമ്മൾ മാത്തമാറ്റിക്കൽ ഫിസിക്സ് കംപ്ലീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. Then we move on to next topic, that is classical mechanics 1. Classical mechanics 1ൽ നമ്മൾ ആദ്യം തുടങ്ങാൻ പോകുന്നത് ലഗ്രാഞ്ചസ് ഫോർമുലേഷൻ ആണ്. ലഗ്രാഞ്ചസ് ഫോർമുലേഷൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചിരിക്കുന്ന ന്യൂട്ടോണിയൻ മെക്കാനിക്സിൽ നിന്ന്, അല്ലെങ്കിൽ ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസിൽ നിന്ന്, അല്ലെങ്കിൽ നോൺ ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ് നമ്മൾ പഠിച്ചതിനെ ലഗ്രാഞ്ചിന്റെ രീതിയിൽ ഒരു കൺസ്ട്രെയിനെ ഇമ്പോസ് ചെയ്തിട്ട് എങ്ങനെയാണ് നമ്മൾ അത് ഡീൽ ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് നമ്മൾ ക്ലാസിക്കൽ മെക്കാനിക്സ് 1 ആയിട്ടുള്ള ഇതിനകത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ദിസ് ഇസ് വെരി ബേസിക്. ഓക്കെ, വളരെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എലിമെന്ററി പ്രിൻസിപ്പിൾസ് ഇൻ മെക്കാനിക്സ് എന്ന് പറയുന്ന ഇതിൽ ന്യൂട്ടോണിയൻ മെക്കാനിക്സിനെ നമ്മൾ കുറച്ചും കൂടെ അനലൈസ് ചെയ്ത്, പിന്നെ കൺസ്ട്രെയിന്റ് മോഷൻ, ഡാലംബർട്ട്സ് പ്രിൻസിപ്പിൾ, അത് കഴിഞ്ഞിട്ട് ലഗ്രാഞ്ചസ് ഇക്വേഷൻ, പിന്നെ ഹാമിൽട്ടോണിയൻ, ഇത്രയും ഡിസ്കസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ബ്ലോക്ക് 1 നമ്മൾ കംപ്ലീറ്റ് ചെയ്യുവാണ്. ബ്ലോക്ക് 1 കംപ്ലീറ്റ് ചെയ്യുന്നതോടുകൂടെ യു വിൽ ഗെറ്റ് ടു അണ്ടർസ്റ്റാൻഡ് അബൌട്ട് ദ ലഗ്രാഞ്ചസ് ഇക്വേഷൻ ആൻഡ് ഹാമിൽട്ടോണിയൻ ഇക്വേഷൻ, എങ്ങനെ എവിടെ യൂസ് ചെയ്യും എന്നുള്ളത്.
അപ്പൊ ഇനി അടുത്ത ബ്ലോക്കിലേക്ക് നമ്മൾ കടക്കുമ്പോഴത്തേനും എന്താ, സെൻട്രൽ ഫോഴ്സ് പ്രോബ്ലംസും സ്മോൾ ഓസിലേഷൻസും ആണ്. പ്രത്യേകിച്ച് ഒന്നുമില്ല, സെൻട്രൽ ഫോഴ്സ് പ്രോബ്ലത്തിലും സ്മോൾ ഓസിലേഷൻസിലും നമ്മൾ ഈ പറഞ്ഞ ലഗ്രാഞ്ചസ് ഇക്വേഷനും ഹാമിൽട്ടോണിയനും അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് സ്റ്റാൻഡേർഡ് പ്രോബ്ലംസ് ഉണ്ട്, ലൈക്ക് ഡബിൾ പെൻഡുലം, സിമ്പിൾ പെൻഡുലം, കോമ്പൗണ്ട് പെൻഡുലം എന്ന് പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഇതിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യും. അതോടുകൂടെ ക്ലാസിക്കൽ മെക്കാനിക്സ് കംപ്ലീറ്റ് ചെയ്യുവാണ് നമ്മൾ. Then we'll move on to electromagnetic theory. Electromagnetic theory comprises of two things, that is electrostatics and magnetostatics. നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ തന്നെ ഇലക്ട്രോസ്റ്റാറ്റിക്സ്, സംതിങ് വിച്ച് ഇസ് ഡീലിംഗ് വിത്ത് ദ കറന്റ് വിച്ച് ഇസ് ഇൻ റെസ്റ്റ് മോഷനിലെ കറന്റിനെ നമ്മൾ ഡീൽ ചെയ്യുന്നതാണ് ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറയുന്നത്. അതിൽ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ വരുമ്പോഴത്തേനും ഇലക്ട്രോസ്റ്റാറ്റിക്സ് ഇൻ ഫ്രീ സ്പേസ്, ലാപ്ലേസ് ഇക്വേഷൻസ്, സ്പെഷ്യൽ ടെക്നിക്സ്, ഡയലക്ട്രിക് പ്രോപ്പർട്ടീസ്. നമ്മൾ 12th പഠിച്ചതും അതുപോലെ തന്നെ നമ്മുടെ ഡിഗ്രിക്ക് പഠിച്ച സംഭവത്തിന്റെ ഒരു എക്സ്റ്റെൻഡഡ് വേർഷൻ ആണ് ഇലക്ട്രോ മാഗ്നറ്റിക് തിയറി. ഇപ്പൊ ഇലക്ട്രോസ്റ്റാറ്റിക്സിനെ ബ്ലോക്ക് 1 കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ വിൽ ഡെഫിനറ്റ്ലി മൂവ് ഓൺ ടു മാഗ്നറ്റോസ്റ്റാറ്റിക്സ്. മാഗ്നറ്റോസ്റ്റാറ്റിക്സിൽ എന്തൊക്കെയാണ്, മാഗ്നറ്റിക് ഫീൽഡ്, മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ്, ഫെറോ മാഗ്നറ്റിസം, ഇലക്ട്രോ മാഗ്നറ്റിസം, ഇത്രയും കാര്യങ്ങളാണ് അതിനകത്ത് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത്. അതോടുകൂടെ നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് തിയറി എന്ന് പറയുന്ന ഒരു പോർഷൻ കൂടെ കംപ്ലീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ വി ഹാവ് കം അക്രോസ് 3 സബ്ജക്ട്സ്. ഓക്കെ, നെക്സ്റ്റ് ക്വാണ്ടം മെക്കാനിക്സ് 1. ക്ലാസിക്കൽ മെക്കാനിക്സ് പഠിച്ച ഒരാൾക്ക് ക്വാണ്ടം മെക്കാനിക്സിലേക്ക് കടക്കുമ്പോഴത്തേനും ദർ വിൽ നോട്ട് ബി എനി ഡിഫിക്കൽട്ടി, ബട്ട് വി ആർ ഇൻട്രൊഡ്യൂസിങ് ഇറ്റ്. ഇപ്പൊ ബ്ലോക്ക് 1 ക്വാണ്ടം മെക്കാനിക്സിനെ പറ്റിയിട്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ക്വാണ്ടം മെക്കാനിക്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴത്തേനും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നതാണ് വേവ് പാർട്ടിക്കിൾ ഡ്യുവാലിറ്റി എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പിൾ. ഇതിന്റെ ഒരു ഫണ്ടമെന്റൽ തിയറി എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ ഇവിടെ നിന്നാണ് നമ്മുടെ ക്വാണ്ടം മെക്കാനിക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ വേവ് പാർട്ടിക്കിൾ ഡ്യുവാലിറ്റി, അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ, ദ ഫേമസ് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ ആൻഡ് ഇറ്റ്സ് ഒബ്സർവബിൾസ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അതിനകത്ത് നോക്കാൻ പോകുന്നത്. നെക്സ്റ്റ് ബ്ലോക്ക് 2 വരുമ്പോൾ ക്വാണ്ടം മെക്കാനിക്സിന്റെ ഇൻട്രൊഡക്ഷനിൽ നിന്ന് നേരെ നമ്മൾ അപ്ലിക്കേഷനിലേക്ക് കടക്കാണ്. ദാറ്റ് ഈസ് 1 ഡയമെൻഷണൽ പൊട്ടൻഷ്യൽ, 2 ഡയമെൻഷണൽ പൊട്ടൻഷ്യൽ, പൊട്ടൻഷ്യൽ വെല്ലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, സ്ക്വയർ വെൽ പൊട്ടൻഷ്യൽ, പിന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിനകത്താണ് നമ്മൾ പഠിക്കുന്നത്. പിന്നെ സിമ്പിൾ ഹാർമോണിക് മോഷൻ, സ്പെറിക്കൽ സിമെട്രിക് പൊട്ടൻഷ്യൽ, ഹൈഡ്രജൻ ആറ്റം, വെരി ഇമ്പോർട്ടന്റ് പ്രിൻസിപ്പിൾ, ദാറ്റ് ഇസ് ഹൈഡ്രജൻ ആറ്റം. ഓക്കെ, ഇതാണ് ബ്ലോക്ക് 2 നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, പിന്നെ ക്വാണ്ടം മെക്കാനിക്സ് ഇൻ ഹിൽബർട്ട് സ്പേസ്. ഹിൽബർട്ട് സ്പേസിലേക്ക് വരുമ്പോഴത്തേനും ഈ വെക്ടേഴ്സിനെ, ഇപ്പൊ നമ്മൾ പറഞ്ഞിരിക്കുന്ന വെക്ടേഴ്സിനെയൊക്കെ നമ്മൾ റീഡിഫൈൻ ചെയ്യാൻ പോവാണ് ആസ് സ്റ്റേറ്റ് വെക്ടേഴ്സ്, ലീനിയർ ഓപ്പറേറ്റേഴ്സ്. പിന്നെ അതിനെ നമ്മൾ ക്വാണ്ടം ഡൈനാമിക്സ് ആയിട്ട് കോറിലേറ്റ് ചെയ്യും. പിന്നെ സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്ററിന്റെ ഫസ്റ്റ് വേർഷൻ നമ്മൾ കണ്ടിരുന്നു, ഇതിന്റെ സെക്കൻഡ് വേർഷൻ നമ്മൾ കാണും. പിന്നെ ആംഗുലാർ മൊമെന്റം, സ്പിൻ ആംഗുലാർ മൊമെന്റം തുടങ്ങിയ പ്രോപ്പർട്ടീസ് എല്ലാം നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് ബ്ലോക്ക് 3 എന്ന് പറയുന്നത്. അതോടുകൂടെ നമ്മുടെ ക്വാണ്ടം മെക്കാനിക്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാണ്. Then we'll move on to the different branch of physics, that is electronics. ഓക്കെ, ഇലക്ട്രോണിക്സിൽ വരുമ്പോഴത്തേനും നമ്മൾ ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇലക്ട്രോണിക് ഡിവൈസസ്, ഇലക്ട്രോണിക് സർക്യൂട്ട്സ്, ഓപ്പറേഷണൽ ആംപ്ലിഫയർ, ഇത് ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വി ആർ ഹാവിംഗ് ഇലക്ട്രോണിക്സ് ലാബ്. ഇലക്ട്രോണിക്സ് ലാബ് വരുമ്പോഴത്തേനും അതിന് കുറച്ചും കൂടെ ഐഡിയാസ് കിട്ടണമെങ്കിൽ, നമ്മളുടെ ലാബ് ചെയ്യുമ്പോഴത്തേനും നമുക്ക് കുറച്ചും കൂടെ ഐഡിയാസ് കിട്ടണമെങ്കിൽ യു ഹാവ് ടു ഗോ ത്രൂ അബൌട്ട് ദി ഇലക്ട്രോണിക് ഡിവൈസസ്. അതായത് ബേസിക് ഇലക്ട്രോണിക് ഡിവൈസസിനെ പറ്റിയിട്ടുള്ള ഒരു ഐഡിയ നമുക്ക് ഉണ്ടാവണം. മോസ്റ്റ് ഓഫ് യു മൈറ്റ് ബി ഹാവിംഗ് ദാറ്റ്, ബട്ട് എന്നാലും ഇതിൽ ഒന്നും കൂടെ നമുക്ക് IV ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ വരച്ചിട്ട് ബേസിക് ആയിട്ട് ഒരു ഇലക്ട്രോണിക് ഡിവൈസിന് നമുക്ക് വേണ്ടത് എന്താ, IV ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. IV ക്യാരക്ടറിസ്റ്റിക്സ് എല്ലാം വരച്ച് ഡയോഡ്സും ട്രാൻസിസ്റ്റേഴ്സിനെ പറ്റിയൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതാണ് ഈ ഇലക്ട്രോണിക് ഡിവൈസസ് എന്ന് പറയുന്ന ഇതിൽ ഗൺ ഡയോഡ്, ടണൽ ഡയോഡ് തുടങ്ങിയ കുറെ ഡയോഡ്സിനെ പറ്റിയിട്ട് അതിന്റെ കൺസ്ട്രക്ഷൻ, മോസ്ഫെറ്റ്, ജെഫെറ്റ് തുടങ്ങിയ സംഭവങ്ങളൊക്കെയാണ് നമ്മൾ അതിനകത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് കമ്മിങ് ടു ദ ഇലക്ട്രോണിക് സർക്യൂട്ട്, ഇലക്ട്രോണിക് സർക്യൂട്ടിൽ വരുമ്പോഴത്തേനും നമ്മൾ ചെയ്യുന്നത് ഫീഡ്ബാക്ക് സർക്യൂട്ടുകൾ, പോസിറ്റീവ് ഫീഡ്ബാക്ക്, നെഗറ്റീവ് ഫീഡ്ബാക്ക്, ആംപ്ലിഫിക്കേഷൻ, ഓസിലേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. അതായത് ഒരു സിഗ്നൽ തന്നിട്ട് അതിനെ ആംപ്ലിഫൈ ചെയ്യാനും ഒരു സിഗ്നൽ തന്നിട്ട് അതിന്റെ ഓസിലേഷൻ പ്രോപ്പർട്ടീസ് ഒക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് ഇലക്ട്രോണിക് സർക്യൂട്ടറി എന്ന് പറയുന്ന ചാപ്റ്റർ നിങ്ങൾക്ക് ഉള്ളത്. നെക്സ്റ്റ് വി വിൽ മൂവ് ഓൺ ടു ദ ഓപ്പറേഷണൽ ആംപ്ലിഫയേഴ്സ്. ഓപ്പറേഷണൽ ആംപ്ലിഫയേഴ്സ് നിങ്ങൾക്ക് അറിയുന്നത് പോലെ തന്നെ നമ്മുടെ ഒപാം പ്രിൻസിപ്പിൾ ആണ്. ഇന്റഗ്രേറ്റർ, ഡിഫറൻഷിയേറ്റർ, ഷ്മിറ്റ് ട്രിഗർ എന്ന് പറയുന്നിട്ട് ഉള്ള ഒരു ഇതുണ്ട്. ആക്റ്റീവ് ഫിൽട്ടേഴ്സ്, മറ്റേ പോസിറ്റീവ് ഫീഡ്ബാക്ക്, നെഗറ്റീവ് ഫീഡ്ബാക്ക്, പ്രിസിഷൻ റെക്ടിഫയേഴ്സ്, ലോഗരിതമിക് ആംപ്ലിഫയേഴ്സ് തുടങ്ങിയ പ്രോപ്പർട്ടീസ് ഒക്കെ ആയിരിക്കും പറയും. ഇതിന്റെ പേരുകൾ ഡിഫറെന്റ് ആണ് എന്നുണ്ടെങ്കിലും ദ ബേസിക് പ്രിൻസിപ്പിൾ വാട്ട് ഇറ്റ് ഇസ് ഡൂയിങ് ഇസ് സെയിം. ഓക്കെ, അപ്പൊ ഒരു ബേസിക് ഐഡിയ ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോണിക്സ് ഇസ് വെരി സിമ്പിൾ ഫോർ യു ടു ഹാൻഡിൽ.
ഓക്കെ. പിന്നെ അടുത്തത് വരുന്നത് പവർ സപ്ലൈ, അതായത് സ്വിച്ചിങ് ഡിവൈസ്, നമ്മുടെ AC DC കൺവേർട്ടർ, ഇൻവെർട്ടർ പ്രിൻസിപ്പിൾ, ഇൻവെർട്ടിംഗ് പ്രിൻസിപ്പിൾ, അതൊക്കെ നമ്മൾ നോക്കുന്നത്. പിന്നെ സ്പെഷ്യൽ ഇലക്ട്രോണിക് സർക്യൂട്ട്സിലാണ് അസ്റ്റേബിൾ, മോണോസ്റ്റേബിൾ, ബൈസ്റ്റേബിൾ തുടങ്ങിയ പ്രിൻസിപ്പിൾസ് ഒക്കെ, നമ്മുടെ ട്രയാങ്കുലർ വേവ്, സ്ക്വയർ വേവ് ജനറേറ്റർ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിക്കുന്നത്. പിന്നെ VCO, അതായത് വോൾട്ടേജ് കൺട്രോൾഡ് ഓസിലേറ്റേഴ്സ്, ഇതൊക്കെ നമ്മൾ കുറച്ചും കൂടെ പഠിക്കുന്നത്. പിന്നെ അടുത്തത് മൈക്രോ പ്രോസസർ ആൻഡ് മൈക്രോ കൺട്രോളർ, അതായത് അത് കുറച്ചും കൂടി ഒരു എന്താ പറയാ പ്രിമിറ്റീവ് ആയിട്ടുള്ള ഒരു ആർക്കിടെക്ചർ ആണ്, കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ പോലത്തെ ഒരു പ്രിമിറ്റീവ് ആർക്കിടെക്ചർ ആണ്. അതിലെ 8085 ഉം 8051 എന്ന് പറയുന്ന ഒരു മൈക്രോ പ്രോസസറും ഒരു മൈക്രോ കൺട്രോളറും ആയിരിക്കും നിങ്ങൾക്ക് പഠിക്കാനുണ്ടാവാം. ഇതിന്റെ ആർക്കിടെക്ചർ വലിയൊരു ബ്ലോക്ക് ഡയഗ്രാം ഒക്കെ ഉണ്ട്, അതിന്റെ അസംബ്ലി ലാംഗ്വേജ്, അങ്ങനത്തെ കാര്യങ്ങൾ. നമ്മുടെ മോഡേൺ പൈത്തൺ ലാംഗ്വേജസുമായിട്ട് കമ്പയർ ചെയ്യരുത്. ഇറ്റ് ഇസ് വെരി ഡിഫറെന്റ് ഫ്രം ദാറ്റ്. ഇതൊരു പ്രിമിറ്റീവ് ഡിവൈസ് ആണ്. ഓക്കെ, ഇങ്ങനെ ഒരു ഡിവൈസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് മൈക്രോ പ്രോസസർ എന്താ പറയാ കാണാനും എടുക്കാനും ഒക്കെ സാധിക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് ഒരു സബ്ജക്റ്റിലേക്ക് വരുമ്പോഴത്തേക്കും ക്ലാസിക്കൽ മെക്കാനിക്സ് 2 ആണ്. ക്ലാസിക്കൽ മെക്കാനിക്സ് 1 നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും നമ്മൾ ക്ലാസിക്കൽ മെക്കാനിക്സ് 2 വരുവാണ്. ക്ലാസിക്കൽ മെക്കാനിക്സ് 2 ഫസ്റ്റ് പോർഷൻ എന്ന് പറയുന്നത് ഹാമിൽട്ടോണിയൻ ഡൈനാമിക്സ് ആണ്. ഹാമിൽട്ടോണിയനെ ജസ്റ്റ് നമ്മൾ ക്ലാസിക്കൽ മെക്കാനിക്സ് 1 ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തായിരുന്നു. ബട്ട് വി ഹാവൻ ഡിസ്കസ്ഡ് ദിസ് ടു ഫാർ, സോ ദാറ്റ് നൗ നമ്മൾ അത് ഡിസ്കസ് ചെയ്യാൻ പോവാണ് ഇൻ ഡീറ്റെയിൽ. ഓക്കെ, അപ്പൊ അങ്ങനെ സിമെട്രിക് ട്രാൻസ്ഫോർമേഷൻസ്, ഹാമിൽട്ടോണിയൻസ് ഇക്വേഷൻസ് ഓഫ് മോഷൻ, we are having equations of motion. Okay, equations of motion, പിന്നെ ഹാമിൽട്ടോണിയൻ ഫേസ് സ്പേസ്, അതിന്റെ അപ്ലിക്കേഷൻസ്, പിന്നെ വേരിയേഷണൽ പ്രിൻസിപ്പിൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. വേരിയേഷണൽ പ്രിൻസിപ്പിളിനെ പറ്റിയിട്ടൊക്കെ ഒരു ഐഡിയ നിങ്ങൾക്ക് ആക്ച്വലി ക്ലാസിക്കൽ മെക്കാനിക്സ് 1 കിട്ടിയിട്ടുണ്ടാവും. സോ വി ആർ ജസ്റ്റ് എക്സ്റ്റെൻഡിങ് ഇറ്റ്. നമ്മുടെ നോളജ് കുറച്ചും കൂടെ എക്സ്റ്റെൻഡ് ചെയ്യാണ് ഇൻ ബ്ലോക്ക് 1. നെക്സ്റ്റ് ബ്ലോക്ക് 2 കാനോനിക്കൽ ട്രാൻസ്ഫോർമേഷൻ ആണ്. ദാറ്റ് ഇസ് എ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ട്രാൻസ്ഫോർമേഷൻ. ഓക്കെ, കാനോനിക്കൽ ട്രാൻസ്ഫോർമേഷൻ ആണ് നമ്മൾ അതിനകത്ത് നോക്കാൻ പോകുന്നത്. എക്സാമ്പിൾസ് ഓഫ് കാനോനിക്കൽ ട്രാൻസ്ഫോർമേഷൻ, പോയ്സൺസ് ബ്രാക്കറ്റ്, ലോവ്ലിസ് തിയറം. ലോവ്ലിസ് തിയറം നമ്മൾ മറ്റേതിലൊന്ന് ഡിസ്കസ് ചെയ്യും, പിന്നെ നമ്മൾ ഇതിനകത്തോട്ട് തന്നെ തിരിച്ചു വരും. ഓക്കെ, അതാണ് ക്ലാസിക്കൽ മെക്കാനിക്സ് 2 ബ്ലോക്ക് 2 വരുന്നത്. പിന്നെ ബ്ലോക്ക് 3 ഹാമിൽട്ടൺ ജാക്കോബി തിയറി ആണ്. ഹാമിൽട്ടൺ ജാക്കോബി തിയറി വരുമ്പോഴത്തേനും ഹാമിൽട്ടോണിയൻ നമ്മൾ പഠിച്ചു, പിന്നെ അതിന്റെ ഒരു എക്സ്റ്റെൻഡഡ് വേർഷൻ ആണ് ഇതിനകത്ത് വരുന്നത്. പിന്നെ ആക്ഷൻ ആംഗിൾ വേരിയബിൾസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ അതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ ബ്ലോക്ക് 4 റിജിഡ് ബോഡി ഡൈനമിക്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇത് ആക്ച്വലി ഒരു OER എന്ന് പറയും, ഓപ്പൺ എഡ്യൂക്കേഷണൽ റിസോഴ്സ്. അതായത് ഇതിന്റെ ലെക്ചർ സീരീസും കാര്യങ്ങളും നമുക്ക് നമ്മുടെ NPTEL സോഴ്സിൽ അവൈലബിൾ ആയിട്ടുള്ളതാണ്. ഓക്കെ, ബ്ലോക്ക് 3 നമ്മൾ ഹാമിൽട്ടൺ ജാക്കോബി എന്ന ആക്ഷൻ വേരിയബിൾസ് ഒക്കെ പറഞ്ഞെങ്കിൽ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് റിജിഡ് ബോഡി ഡൈനമിക്സ് ആണ്. റിജിഡ് ബോഡി ഡൈനമിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാർട്ടിക്കിളിന്റെ മോഷൻ, അതായത് ഒരു സിസ്റ്റം ഓഫ് പാർട്ടിക്കിളിനെ ഡിസ്റ്റൻസ് വെച്ചിട്ട് നമ്മൾ, അതായത് അവരുടെ മോഷൻ ഡിസ്റ്റൻസ് വെച്ചിട്ട് ഡിസ്ട്രപ്റ്റഡ് ആവുന്നില്ല എന്നുള്ള പ്രിൻസിപ്പിൾ, അതിന്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം, ഓയിലർ ഇക്വേഷൻ, കൈനറ്റിക് എനർജി, അതിന്റെ പിന്നെ എന്താ പറയാ സ്പെറിക്കൽ ടോപ്പ് ഇക്വേഷൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നതാണ് റിജിഡ് ബോഡി ഡൈനമിക്സിൽ വരുന്നത്. റിജിഡ് ബോഡി മീൻസ് നമ്മളുടെ ആസ് നെയിം സജസ്റ്റ് റിജിഡ് ആയിട്ട് നിൽക്കുന്ന ഒരു ബോഡിയുടെ ഡൈനമിക്സ് എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ അതിനകത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അതിന്റെ എക്സ്പ്ലനേഷൻസ് ഒക്കെയാണ് നിങ്ങൾക്ക് പറയുന്നത്. നിങ്ങളുടെ പ്രോഗ്രാം ഗൈഡ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് കാണാൻ പറ്റും. ഓക്കെ, ഇനി അടുത്തത് ക്ലാസിക്കൽ ഇലക്ട്രോ ഡൈനമിക്സ് ആണ്. ക്ലാസിക്കൽ ഇലക്ട്രോ ഡൈനമിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫേമസ് മാക്സ്വെൽസ് ഇക്വേഷൻ, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആൻഡ് ഡൈനമിക്സ് ഓഫ് ചാർജ്ഡ് പാർട്ടിക്കിൾ. സോ മാക്സ്വെൽസ് ഇക്വേഷൻ, ഇലക്ട്രോ മാഗ്നറ്റിക് തിയറി, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് തിയറി ഇൻ വാക്വം, ഇറ്റ്സ് ഡൈനമിക്സ് ഇൻ ചാർജ്ഡ് പാർട്ടിക്കിൾ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ക്ലാസിക്കൽ ഇലക്ട്രോ ഡൈനമിക്സിൽ നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇങ്ങനത്തെ ഇക്വേഷൻസ് ഒക്കെ നമ്മൾ അതിനകത്ത് കാണും. പിന്നെ വരുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ഇൻ മെറ്റീരിയൽ മീഡിയം. വാക്വത്തിൽ കണ്ടു നമ്മൾ, ഇനി മെറ്റീരിയൽ മീഡിയത്തിൽ ഇൻ ദ ബൗണ്ടറി ബിറ്റ്വീൻ ദ 2 മീഡിയ, പിന്നെ അതുപോലെ തന്നെ അതിന്റെ ഡിസ്പേർഷൻ ഇക്വേഷൻസ്, പിന്നെ ഗൈഡഡ് വേവ് പ്രൊപ്പഗേഷൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പിന്നെ ഈ ഒരു സെഷനിൽ ബ്ലോക്ക് 3 വരുമ്പോഴത്തേനും നമ്മൾ റേഡിയേറ്റിംഗ് സിസ്റ്റംസ് ആൻഡ് റേഡിയേഷൻ ഫ്രം മൂവിംഗ് ചാർജസ്, അതായത് ആക്സിലറേറ്റിംഗ് ചാർജ് പ്രൊഡ്യൂസ് ചെയ്യുന്ന റേഡിയേഷൻസ്, ഏത് ടൈപ്പ് ഓഫ് റേഡിയേഷൻസ് ആണ്, അതിന്റെ വേവ് ഇക്വേഷൻസ്, സ്കേലാർ പൊട്ടൻഷ്യൽസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ഈ ഒരു ബ്ലോക്കിനകത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പിന്നെ സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി, നമ്മുടെ E=mc² അല്ലെങ്കിൽ സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി കാര്യങ്ങൾ ടെൻസർ നൊട്ടേഷൻസിൽ എങ്ങനെയായിരിക്കും, ലോറൻസ് കോവേരിയന്റ് ഫോർമുലേഷൻ. നിങ്ങൾ ഈ ഹെഡിങ്സ് ഒന്നും കണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. അതിന് അകത്ത് വരുന്ന തിയറി ഇസ് ആക്ച്വലി നോട്ട് ദാറ്റ് കോംപ്ലിക്കേറ്റഡ്. ഓക്കെ,
അപ്പൊ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് സ്പെഷ്യൽ തിയറിയെ പറ്റിയിട്ടും സ്പെഷ്യൽ തിയറിയുടെ കുറച്ചും കൂടെ എക്സ്റ്റെൻഡഡ് വേർഷൻസ് ഒക്കെ ആയിരിക്കും നമ്മൾ ഇതിനകത്ത് കാണുന്നുണ്ടാവുക. ബ്ലോക്ക് 4 പിന്നെ നമ്മൾ ക്വാണ്ടം മെക്കാനിക്സ് 2 ആണ്. ക്വാണ്ടം മെക്കാനിക്സ് 1 നമ്മൾ കണ്ടു, ക്വാണ്ടം മെക്കാനിക്സ് 2 ആണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ക്വാണ്ടം മെക്കാനിക്സ് 2 സിമെട്രി ആൻഡ് കൺസർവേഷൻ ലോസ് ആണ്. സിമെട്രി കൺസർവേഷൻ ലോസും ക്വാണ്ടം മെക്കാനിക്സിൽ അപ്ലിക്കബിൾ ആയിട്ടുള്ള സിമെട്രിക് ലോസും കൺസർവേഷൻ ലോസും ഒക്കെ എന്തൊക്കെയാണ് എന്നുള്ളത് ഫോർ ക്വാണ്ടം മെക്കാനിക്സ് 1 ആസ് വെൽ ആസ് ഫോർ ക്വാണ്ടം മെക്കാനിക്സ് 2 എന്തൊക്കെയാണ്, ഐഡന്റിക്കൽ പാർട്ടിക്കിൾസിന്റെ പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണ്, അതൊക്കെയാണ് നമ്മൾ ബ്ലോക്ക് 1 ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ബ്ലോക്ക് 2 വരുമ്പോഴത്തേനും അപ്രോക്സിമേഷൻ മെത്തേഡ്, പെർട്ടർബേഷൻ തിയറി. പെർട്ടർബേഷൻ മീൻസ് വി ആർ ഗോയിങ് ടു ഡിസ്റ്റർബ് എ സിസ്റ്റം. ഒരു സിസ്റ്റത്തിനെ, ഒരു ഹോൾ സ്റ്റെബിലിറ്റിയിൽ ഇരിക്കുന്ന ഒരു സിസ്റ്റത്തിനെ നമ്മളൊരു ഡിസ്റ്റർബൻസ് കൊടുത്തു കഴിഞ്ഞാൽ ഹൗ ഇറ്റ് ഇസ് ഗോയിങ് ടു റിയാക്ട് ടു ദാറ്റ് ഡിസ്റ്റർബൻസ്, അതിനെ പെർട്ടർബേഷൻ തിയറിയിൽ നമ്മൾ കാണും. പെർട്ടർബേഷൻ, ടൈം ഇൻഡിപെൻഡന്റ് പെർട്ടർബേഷൻ തിയറി, വേരിയേഷണൽ തിയറി, പിന്നെ WKB തിയറി. ഇതെല്ലാം ഓരോരോ സെറ്റാണ്. അതായത് ടൈം ഇൻഡിപെൻഡന്റ് പെർട്ടർബേഷൻ തിയറി പറഞ്ഞാൽ വേരിയേഷണൽ തിയറി, പിന്നെ WKB തിയറി, ഇതെല്ലാം അങ്ങനത്തെ ഒരു സിസ്റ്റം ആണ്. പിന്നെ അതുപോലെ തന്നെ ടൈം ഡിപെൻഡന്റ്, ടൈമിനെ, അതായത് ഒന്നിൽ നമ്മൾ ടൈം ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു കാര്യം ഇൻഡിപെൻഡന്റ് ആയിട്ട് ഒന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ടൈം ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ പെർട്ടർബേഷൻ തിയറിക്ക് എന്തൊക്കെ ചേഞ്ചസ് വരും. പിന്നെ നമ്മുടെ ഫേമസ് സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ്, അതാണ് നമ്മൾ പിന്നെ നോക്കാൻ പോകുന്നത്. സ്കാറ്ററിംഗ് ആണ്. യൂണിറ്റ് 10 എന്ന് പറയുന്നത് സ്കാറ്ററിംഗ് ആണ്. ഓക്കെ, ഇനി അടുത്തത് എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ടു റിലേറ്റിവിസ്റ്റിക് ക്വാണ്ടം മെക്കാനിക്സ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതും ഒരു OER ആണ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിന്റെ എന്താ പറയാ, ഇത് ലെക്ചർ സീരീസ് കാര്യങ്ങളൊക്കെ നമ്മുടെ NPTEL അവൈലബിൾ ആയിട്ടുള്ള ഒരു സിസ്റ്റം ആണ്. ഇത് നമുക്കിത് പഠിക്കാനുള്ള ഒരു സബ്ജക്റ്റ് ആണ്. ബ്ലോക്ക് 4 ഓക്കെ, നോൺ റിലേറ്റിവിസ്റ്റിക് പ്രിൻസിപ്പിൾസ് അതൊക്കെ എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് നമ്മൾ ബ്ലോക്ക് 4 നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അതിന്റെ എക്സ്പ്ലനേഷൻസ് ആണ് അവർ കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്, ഇത്ര നേരം നമ്മൾ തിയറീസ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. നൗ വി വിൽ ഗെറ്റ് ഇൻ ടു ദ ജനറൽ ലാബ് ആസ് വെൽ ആസ് ദ ഇലക്ട്രോണിക്സ് ലാബ്. ഫസ്റ്റ് ഇയറിൽ നമുക്ക് അതാണല്ലോ വരുന്നത്. ഇപ്പൊ ജനറൽ ലാബിൽ നമുക്ക് വരുന്ന കുറച്ച് എക്സ്പെരിമെന്റ്സ് ആണ്. ഒന്ന് മിലിക്കൻ ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെന്റ്സ് ടു ഡിറ്റർമൈൻ ദ ചാർജ് ഓഫ് ആൻ ഇലക്ട്രോൺ. ഒരു ഇലക്ട്രോണിന്റെ ചാർജിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് മിലിക്കന്റെ ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെന്റ് നമ്മൾ യൂസ് ചെയ്യും. E/m മെത്തേഡ് ബൈ തോംസൺസ് മെത്തേഡ്. E/m എങ്ങനെയാണ് നമ്മൾ തോംസൺസ് മെത്തേഡ് വെച്ച് കണ്ടുപിടിക്കുന്നത്. പിന്നെ പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്, ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് വെച്ചിട്ട് പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ റെസിസ്റ്റിവിറ്റി ഓഫ് ബാൻഡ് ഗ്യാപ്പ് യൂസിങ് സെമി കണ്ടക്ടർ. ഒരു സെമി കണ്ടക്ടർ യൂസ് ചെയ്തിട്ട് നമ്മൾ ബാൻഡ് ഗ്യാപ്പ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ളത്. ഹോൾ ഇഫക്റ്റ്. പിന്നെ അതുപോലെ തന്നെ എന്താ പറയാ, തിക്നെസ് ഓഫ് എ തിൻ ഫിലിം യൂസിങ് ആൻ ഇന്റർഫേസ്. ഓക്കെ, ഇതൊക്കെയാണ് നമ്മൾ അതിനകത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പിന്നെ നമുക്ക് വരുന്നത് ഇലക്ട്രോണിക്സ് ലാബാണ്. ഇലക്ട്രോണിക്സ് ലാബിനകത്ത് നമുക്ക് എന്താ പറയാ, IC 723 എന്ന് പറയുന്ന ഇതിന്റെ അസംബ്ലി ചെയ്യാനും ഡിസൈൻ ചെയ്യാനുള്ളത്. പിന്നെ വേവ് ഷേപ്പിംഗ്, പിന്നെ അതുപോലെ തന്നെ ഷ്മിറ്റ് ട്രിഗർ അല്ലെങ്കിൽ ഫംഗ്ഷൻ ജനറേറ്ററിന്റെ അസംബ്ലി, അതെങ്ങനെയാണ് അസംബ്ലി ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ. പിന്നെ അതുപോലെ തന്നെ മൾട്ടി വൈബ്രേറ്റേഴ്സ്, ഡിഫറെന്റ് മൾട്ടി വൈബ്രേറ്റേഴ്സ് എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്, അതാണ് അതിനകത്ത് നമ്മൾ അസംബ്ലി ചെയ്യുന്നത് എങ്ങനെയാണ്, വർക്ക് ചെയ്യിപ്പിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളത്. അതുപോലെ തന്നെ ഒരു DAC എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത്. പിന്നെ മൈക്രോ കൺട്രോളറിന്റെ പ്രോഗ്രാമിംഗ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമുക്ക് പ്രിമിറ്റീവ് ആയിട്ടുള്ള ഒരു മൈക്രോ പ്രൊസസർ ഉണ്ട്. ആ മൈക്രോ കൺട്രോളറിന്റെ പ്രോഗ്രാമിംഗ് നിങ്ങൾ സാധാ കമ്പ്യൂട്ടറിൽ ചെയ്യുന്ന ഒരു പ്രോഗ്രാമിംഗ് ആണെന്ന് വിചാരിക്കരുത്. ഇറ്റ് ഇസ് ഹാവിംഗ് ഡിഫറെന്റ് കോഡ്. ഇത് വേറൊരു കോഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ മൈക്രോ കൺട്രോളർ പ്രോഗ്രാമിംഗ് പഠിക്കുന്നത്. പിന്നെ നമ്മൾക്ക് ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റർ, ഡിമോഡുലേറ്റർ എന്ന് പറയുന്നൊരു ആംപ്ലിറ്റ്യൂഡിനെ മോഡുലേറ്റ് ചെയ്യാനും ഡിമോഡുലേറ്റ് ചെയ്യാനും എങ്ങനെയാണെന്നുള്ളതൊക്കെയാണ് ഇലക്ട്രോണിക്സ് ലബോറട്ടറിയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇനി ഇത്രയും നേരം നമ്മൾ ഡിസ്കസ് ചെയ്തത് ഫസ്റ്റ് ഇയറിലേക്ക് നമുക്ക് വേണ്ട പേപ്പേഴ്സിൽ എന്തൊക്കെ പഠിക്കണം എന്നുള്ള കാര്യങ്ങളാണ്. ഇനി ഈ പ്രോഗ്രാം നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ റിക്വയർമെന്റ്സ് ആണ് വേണ്ടത്, ഇവാലുവേഷൻ ടെക്നിക്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ദ അസൈൻമെന്റ്സ്, ടേം ആൻഡ് എക്സാമിനേഷൻസ് ആൻഡ് ഇവാലുവേഷൻ ആൻഡ് ഗ്രേഡിംഗ് സിസ്റ്റം, അതൊക്കെ എങ്ങനെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അസൈൻമെന്റ്സ് ഓരോ കോഴ്സിനും അല്ലെങ്കിൽ ഓരോ പേപ്പറിനും ഓരോ അസൈൻമെന്റ് വെച്ചിട്ട് ഉണ്ടാവും. അത് ഡ്യൂ ഡേറ്റിന് മുമ്പ് തന്നെ നമ്മൾ ഇഗ്നോയില്
സ്പെസിഫൈ ചെയ്യും. അത് ഡ്യൂ ഡേറ്റ് മോസ്റ്റ്ലി സെപ്റ്റംബർ ഒക്ടോബർ ഒക്കെ ആയിരിക്കും. അവിടെ നമ്മൾ കൃത്യമായിട്ട് കൊണ്ടുപോയി സബ്മിറ്റ് ചെയ്യണം. എവിടെ? നിങ്ങളുടെ സ്പെസിഫൈഡ് ആയിട്ടുള്ള സ്റ്റഡി സെന്ററിൽ മസ്റ്റ് ആയിട്ട് നിങ്ങൾ പോയിട്ട് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ നോക്കണം. ഇത് ഡിസ്ക്രിപ്റ്റീവ് കാറ്റഗറിയിലും വരുന്നുണ്ട്, ഷോർട്ട് ആൻസർ കാറ്റഗറിയിലും വരുന്നുണ്ട്. രണ്ട് കാറ്റഗറിയിലും വരുന്നുണ്ട്. ഡിപ്പെൻഡിങ് ഓൺ ദ ക്വസ്റ്റ്യൻ നിങ്ങൾ അത് അനലൈസ് ചെയ്ത് എഴുതിയാൽ മതി. ഓക്കെ, ഹാൻഡ് റിട്ടൺ ഫോർമാറ്റിൽ ഇവർക്കൊരു ഫോർമാറ്റ് ഉണ്ട്. അതായത് സ്റ്റഡി സെന്റർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഒരു ഫോർമാറ്റിൽ കൊണ്ടുപോയിട്ട് നിങ്ങൾ എഴുതി അതവിടെ സബ്മിറ്റ് ചെയ്യണം. സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കോപ്പി നമ്മുടെ കയ്യിലും കൂടെ എടുത്തു വെക്കണം. ഒരു കോപ്പി നമ്മുടെ കയ്യിലും, നമുക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു കോപ്പി നമ്മുടെ കയ്യിലും, പിന്നെ അത് മറ്റവർക്ക് സബ്മിറ്റ് ചെയ്ത് കൊടുക്കണം. ഇത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ അസൈൻമെന്റ്സ് അവിടുത്തെ അക്കാഡമിക് കൗൺസിലേഴ്സ് ഇഗ്നോ തന്നെ കണ്ടുപിടിച്ച നമ്മുടെ അക്കാഡമിക് കൗൺസിലേഴ്സ് അവിടെ സ്റ്റഡി സെന്ററിൽ പോയിട്ട് അത് ചെക്ക് ചെയ്ത് നിങ്ങളുടെ മാർക്സ് കമന്റ്സ് എല്ലാം എഴുതിയിട്ട് നിങ്ങൾക്കത് തിരിച്ചു തരുന്നതായിരിക്കും. അതിനെയാണ് നമ്മൾ ട്യൂട്ടർ മാർക്ക് അസൈൻമെന്റ്സ് എന്ന് പറയാം. ദിസ് ഇസ് വെരി ഇമ്പോർട്ടന്റ് ഫോർ റൈറ്റിംഗ് ദ ടേം ആൻഡ് എക്സാമിനേഷൻസ്. ഓക്കെ, അപ്പൊ അത് നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഇതിൽ മിനിമം 40% എബോ, 40% ഓർ എബോ ആണ്. അതായത് മിനിമം പെർസെന്റേജ് എന്ന് പറയുന്നത് 40% ആണ്. നമ്മുടെ അസൈൻമെന്റിൽ ഇത്രയും ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ടേം ആൻഡ് എക്സാമിൽ അപ്പിയർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, 40%-നേക്കാളും കൂടുതൽ വാങ്ങിക്കാൻ കേപ്പബിലിറ്റി ഉള്ള സ്റ്റുഡൻസ് ആണ് എന്റെ. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു കാര്യത്തിന് വെറി ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇനി അതുപോലെ തന്നെ നിങ്ങൾ ഈ അസൈൻമെന്റ്സ് പാസ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ, അതായത് ഈ ഒരു എന്തെങ്കിലും ഒരു കാരണവശാൽ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് അത് എഴുതാൻ പറ്റിയില്ല, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു ഫ്രഷ് സെറ്റ് ഓഫ് അസൈൻമെന്റ്സ് നെക്സ്റ്റ് സൈക്കിളിൽ വരുമ്പോഴത്തേനും നിങ്ങൾ അത് ഡൗൺലോഡ് ചെയ്ത് റീസബ്മിറ്റ് ചെയ്യേണ്ടതാണ്. ഓക്കെ, അപ്പം നിങ്ങൾ ഇതിന്റെ ഡേറ്റ് നോക്കണം. അത് എത്ര പീരീഡ് വരെ ഈ അസൈൻമെന്റ്സ് വാലിഡ് ആണ് എന്നുള്ളത് ഇഗ്നോയുടെ സൈറ്റിൽ പോയിട്ട് നോക്കണം. അതാണ് അസൈൻമെന്റിന്റെ കാര്യത്തിൽ നിങ്ങൾ ചെയ്യേണ്ടത്. ഇനി ടേം ആൻഡ് എക്സാമിനേഷൻസ്. ടേം ആൻഡ് എക്സാമിനേഷൻസ് എല്ലാ വർഷവും 2 സൈക്കിളിലാണ് ഹാപ്പൻ ചെയ്യുന്നത്. ജൂണിലും ഡിസംബറിലും ഹാപ്പൻ ചെയ്യുന്നുണ്ട് ടേം ആൻഡ് എക്സാമിനേഷൻസ്. 1 ഇയർ കംപ്ലീറ്റ് ചെയ്യാൻ നിങ്ങളുടെ കോഴ്സ് വർക്ക് 1 ഇയർ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇതുപോലെ തന്നെ നിങ്ങളുടെ അസൈൻമെന്റ്സും നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് അത് നിങ്ങൾക്ക് കിട്ടി എന്നുണ്ടെങ്കിൽ you are eligible for writing the term and examinations that is going to happen during the end of this year. അപ്പൊ അങ്ങനെയുള്ള ഒരു സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? ഈ TEE എന്ന് പറയുന്ന ടേം ആൻഡ് എക്സാമിനേഷന്റെ ഫോം എന്ത് ചെയ്യണം? ഫിൽ ചെയ്യണം ലാസ്റ്റ് ഡേറ്റിന് മുമ്പ്. ഇപ്പം നിങ്ങൾ ജൂണിലാണ് എക്സാം എഴുതുന്നതെന്ന് വെച്ചാൽ മാർച്ച് 31 അതിന്റെ ലാസ്റ്റ് ഡേറ്റ് വരുന്നുണ്ടാവുക. ഡിസംബറിലാണെങ്കിൽ സെപ്റ്റംബർ 30 ആയിരിക്കും. അത് നിങ്ങൾക്ക് ആ സൈറ്റിൽ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ അപ്പൊ അത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടേം ആൻഡ് എക്സാമിന് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ തിയറി പേപ്പറിന്റെ പോലെ തന്നെ പ്രാക്ടിക്കൽ പേപ്പറും ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. പ്രാക്ടിക്കൽ പേപ്പർ വരുമ്പോഴത്തേനും പ്രാക്ടിക്കൽ നിങ്ങൾ അവിടെ പോയിട്ട് സ്റ്റഡി സെന്ററിൽ പോയിട്ട് നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടത് നിർബന്ധമാണ്. അങ്ങനെ ഒരുപാട് സെഷൻസ് ഒന്നും നിങ്ങൾക്ക് തരില്ല. ഡിപ്പെൻഡിങ് ഓൺ ദ അവൈലബിലിറ്റി, അതായത് അവിടുത്തെ ട്യൂട്ടേഴ്സിന്റെ അവൈലബിലിറ്റിയും കാര്യങ്ങളും അത് കംപ്ലീറ്റ്ലി ഡിസൈഡ് ചെയ്യുന്നത് നമ്മുടെ സ്റ്റഡി സെന്റർ ആണ്. എങ്ങനെയാണ് നിങ്ങൾക്ക് പ്രാക്ടിക്കൽ സെഷൻസ് തരേണ്ടത്? ഇപ്പൊ എല്ലാ പ്രാക്ടിക്കൽസും അവർ എടുത്തു എന്നൊന്നും വരില്ല. അത് കംപ്ലീറ്റ്ലി നമ്മുടെ സ്റ്റഡി സെന്ററിന്റെ ഡിസ്ക്രിഷന്റെ അണ്ടറിൽ വരുന്നതാണ് പ്രാക്ടിക്കൽ എന്ന് പറയുന്നത്. പ്രാക്ടിക്കൽ ഇസ് മോസ്റ്റ് പ്രോബബ്ലി ഹാപ്പനിങ് ആഫ്റ്റർ അവർ തിയറി എക്സാമിനേഷൻസ്. ഓക്കെ, അതിന്റെ ടെന്റേറ്റീവ് ഡേറ്റ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പ്രയർ ആയിട്ട് കിട്ടും. അതുകൊണ്ട് അതിനെപ്പറ്റി ആലോചിച്ച് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഇതിനും ടേം ആൻഡ് എക്സാമിനും നിങ്ങൾ മിനിമം 40% വാങ്ങിച്ചിരിക്കണം. ഓക്കെ, മിനിമം 40%. അപ്പൊ നമ്മുടെ അസൈൻമെന്റിന് 40%ഉം ടേം ആൻഡ് എക്സാമിന് 40%ഉം നിങ്ങൾക്ക് വാങ്ങിക്കുകയാണ് എന്നുണ്ടെങ്കിൽ യു ആർ ഈസിലി നമുക്ക് നമ്മുടെ ഫസ്റ്റ് ഇയർ പാസ്സാവാൻ പറ്റും. ഇതുപോലെ തന്നെയാണ് നമ്മൾ പറയുന്നത് 40% ഇൻ കേസ് എന്തെങ്കിലും ഒരു കാരണവശാൽ നിങ്ങൾക്ക് പാലിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ യു ക്യാൻ റീഅപ്പിയർ ഫോർ ദ എക്സാം. ഓക്കെ, നെക്സ്റ്റ് ഇയറിൽ വരുന്ന എക്സാമിന് നിങ്ങൾക്ക് നെക്സ്റ്റ് ഇതിൽ വരുന്ന സൈക്കിളിൽ വരുന്ന എക്സാമിന് നിങ്ങൾക്ക് അപ്പിയർ ചെയ്യാം. അപ്പം ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ടോട്ടൽ ഫൈനൽ റിസൾട്ട് വരുന്നത്. അതായത് നമ്മുടെ TMA ട്യൂട്ടർ മാർക്ക്ഡ് അസൈൻമെന്റ്സും പിന്നെ അതുപോലെ തന്നെ ടേം ആൻഡ് എക്സാമിനേഷൻസും കമ്പൈൻ ചെയ്തിട്ടാണ് നിങ്ങൾക്കൊരു സ്കോർ കിട്ടുന്നത്. ഓക്കെ, അങ്ങനെയാണ് നിങ്ങളുടെ സ്കോർ വന്ന് നിങ്ങൾ അതിൽ പാസ്സായി, ആ സബ്ജക്റ്റിനകത്ത് പാസ്സായി ഇന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. ഓക്കെ, അതാണ് അസൈൻമെന്റ്സും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഗ്രേഡിംഗ് സിസ്റ്റവും ഇതുപോലെ തന്നെ ടേം ആൻഡ് എക്സാമിനേഷൻസിനെ പറ്റിയിട്ടൊക്കെ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, ഇനി ഇത്രയും നേരം നമ്മൾ പറഞ്ഞു ഒരു അക്കാഡമിക് ടൈം ടേബിൾ ഉണ്ട്, ഒരു അക്കാഡമിക് ടൈം ടേബിൾ ഉണ്ടെന്ന്. നമുക്ക് അക്കാഡമിക് ടൈം ടേബിൾ നിങ്ങളുടെ ഈ ഒരു സമയത്ത് അക്കാഡമിക് ടൈം ടേബിൾ റിലീസ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ലേൺ വൈസ്. ആ അക്കാഡമിക് ടൈം ടേബിൾ നമുക്കൊന്ന് നോക്കാം. എങ്ങനെയാണ് ആ അക്കാഡമിക് ടൈം ടേബിളിൽ ഇതെങ്ങനെയാണെന്നുള്ളത് നോക്കിയിട്ട്
ഇത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇതാണ് നിങ്ങളുടെ അക്കാഡമിക് ടൈം ടേബിൾ. ഓക്കെ, ഇതില് 2 സബ്ജക്ട്സ് ആണ് തന്നിരിക്കുന്നത്. മാർച്ചിൽ നിങ്ങൾക്ക് നെക്സ്റ്റ് ടൈം ടേബിൾ തരും. ഈ ഒരു സബ്ജക്ട് കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേക്കും നെക്സ്റ്റ് ടൈം ടേബിൾ തരും. ഒരു സമയത്ത് നിങ്ങൾ പഠിക്കേണ്ട, ഓരോ ദിവസവും നിങ്ങൾ പഠിക്കേണ്ട കാര്യങ്ങൾ. അപ്പൊ മൺഡേ ടു ട്യൂസ്ഡേ, ഇപ്പൊ നിങ്ങൾക്ക് ഞാൻ വീക്ക്ലി കോൾ ചെയ്യുമല്ലോ, ആ വീക്ക്ലി കോളിന് മുമ്പ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യേണ്ട പോർഷൻസിന്റെ ലിസ്റ്റ് ആണിത്. ഇത് ഞാൻ നിങ്ങൾക്ക് ഫോർവേഡ് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പൊ ഇതിൽ 10:30 AM 7:30 AM എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ദാറ്റ് ഇസ് ജസ്റ്റ് ടു മേക്ക് യു അണ്ടർസ്റ്റാൻഡ്. അതായത് രാവിലെയും വൈകിട്ടുമായിട്ട് നിങ്ങൾ 2 പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ ഒരു ദിവസം കാണാൻ പറ്റിയില്ല, അതുകൊണ്ട് നിങ്ങൾ ഒരു 4 വീഡിയോസ് ഒരുമിച്ച് കണ്ടു, ദാറ്റ് ഇസ് ഓൾസോ ഫൈൻ. ബട്ട് നമ്മുടെ ഈ റിവിഷൻ സെഷൻസ് വരുമ്പോഴത്തേക്കും, ബ്ലോക്ക് 1ന്റെ റിവിഷൻ സെഷൻസ് വരുമ്പോഴത്തേനും എന്ത് ചെയ്യണം? നിങ്ങൾ ഇത്രയും പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യണം. എങ്കിൽ മാത്രമേ നിങ്ങൾ റിവിഷൻ സെഷനോ ലൈവ് സെഷനോ ഒക്കെ കയറുമ്പോഴത്തേനും നിങ്ങൾക്ക് അത് മനസ്സിലാവുള്ളൂ, എന്താണ് ആ സബ്ജക്റ്റിനകത്ത് വരുന്നതെന്ന്. കാരണം റിവിഷൻ സെഷനകത്ത് നിങ്ങൾ പഠിച്ച മൊത്തം കാര്യത്തിനെ പറ്റിയിട്ടുള്ള ക്ലാസ് ആയിരിക്കില്ല ഒരിക്കലും ഫാക്കൽറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവാം. ജസ്റ്റ് ഒരു നിങ്ങളുടെ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ, കോമൺ ആയിട്ട് വരുന്ന ഡൗട്ട്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഡിസ്കസ് ചെയ്യുക. ഇതിലിപ്പോ 3 ദിവസവും നിങ്ങൾക്ക് റിവിഷൻ ക്ലാസ് എന്നുള്ളതല്ല, ഈ 3 ദിവസത്തിൽ ഏത് ദിവസവും നിങ്ങൾക്ക് റിവിഷൻ ക്ലാസ് ഉണ്ടായിരിക്കാം എന്നുള്ളതാണ് ഈ ഒരു സംഭവം കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പം ഈ ഒരു പ്രിസ്ക്രൈബ്ഡ് ടൈം ടേബിൾ, അതായത് ഈ ഒരു ടൈം ടേബിൾ അനുസരിച്ചിട്ട് നിങ്ങളുടെ മാർച്ച് അവസാനം ആവുമ്പോഴത്തേനും നിങ്ങൾ 2 പേപ്പർ പഠിച്ചിരിക്കും. ഇലക്ട്രോ മാഗ്നറ്റിക് തിയറി എന്ന് പറയുന്ന പേപ്പറും ക്ലാസിക്കൽ മെക്കാനിക്സ് 1 എന്ന് പറയുന്ന പേപ്പറും നിങ്ങൾ പഠിച്ചിരിക്കും എന്നുള്ളതാണ് ഈ ഒരു ടൈം ടേബിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഈ ടൈം ടേബിൾ ആരും പേടിക്കേണ്ട. ഈ ടൈം ടേബിൾ ഞാൻ നിങ്ങൾക്ക് പേഴ്സണലി നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. ഓക്കെ, ഇതാണ് നിങ്ങളുടെ മച്ച് അവൈറ്റഡ് ടൈം ടേബിൾ ഫോർ ദിസ് ബാച്ച്. ഓക്കെ, മാർച്ചിൽ നിങ്ങൾക്ക് നെക്സ്റ്റ് സബ്ജക്ട്സിന്റെ ടൈം ടേബിൾ ആ സമയമാകുമ്പോഴത്തേനും റിലീസ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇതിൽ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ ഒരു ദിവസം ഇപ്പൊ ഇത് വെച്ചിട്ട് 2 വീഡിയോസ് ഒക്കെ ഇതിനകത്ത് വരുന്നുള്ളൂ. അപ്പൊ അത് മാക്സിമം കാണാനും അത് മാക്സിമം അനലൈസ് ചെയ്യാനുമായിട്ട് നിങ്ങൾ ശ്രമിക്കണം. ഓക്കെ, എങ്കിൽ മാത്രമേ നമുക്ക് പറയുന്ന സ്പീഡിൽ പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, നിങ്ങൾക്കറിയാം ഫിസിക്സ് എന്ന് പറയുന്ന സബ്ജക്ട് ഇറ്റ് ഇസ് സിമ്പിൾ, ബട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നവർക്കാണ് ഈ സബ്ജക്ട് സിമ്പിൾ ആയിട്ട് ഫീൽ ചെയ്യുക. ഓക്കെ, അപ്പൊ കൺസിസ്റ്റന്റ് ആയിട്ട് ഇതിൽ നിങ്ങൾ വർക്ക് ചെയ്യേണ്ടതായിട്ട് ഉണ്ട്. അപ്പൊ ഈ ഒരു കാര്യമാണ്, ഇതാണ് നിങ്ങളുടെ അക്കാഡമിക് ടൈം ടേബിൾ എന്ന് പറയുന്നത്. ഓക്കെ, റിവിഷൻ സെഷൻസിന്റെ ലൈവ് സെഷൻസിന്റെ ഒക്കെ കാര്യങ്ങൾ ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ അക്കാഡമിക് ടൈം ടേബിൾ കണ്ടു. ഇനി നമുക്ക് നെക്സ്റ്റ് സെഷനെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്യാം. അർച്ചന മാം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഗുഡ് ഈവനിങ് ഓൾ. നമുക്ക് നമ്മുടെ കോഴ്സ് വർക്കിനെ പറ്റിയും അതുപോലെ സ്കോർ ക്രൈറ്റീരിയയെ പറ്റിയൊക്കെ മാധവി മാം നന്നായിട്ട് തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. എല്ലാവർക്കും ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയി എന്ന് തന്നെ വിശ്വസിക്കുന്നു. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് നമ്മളുടെ ആപ്പ് റിലേറ്റഡ് ആയിട്ട് ലേൺവൈസ് ആപ്പിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസിനെ ഒന്നും കൂടി പരിചയപ്പെടുക എന്നുള്ളതാണ് നമ്മുടെ അടുത്ത സെഷൻ. ഓക്കെ, ഓൾറെഡി എല്ലാവർക്കും ഓൾമോസ്റ്റ് കാര്യങ്ങൾ അറിയാം, എങ്കിലും നമുക്കത് ഒന്നുകൂടെ റീകോൾ ചെയ്യാം ഈ ഒരു സെഷനിൽ. ഓക്കെ, മോഡേൺ ടൂൾസ് ഫോർ ഓക്കെ, ഞാനത് ജസ്റ്റ് ഹെഡിങ് ഒന്ന് വായിച്ചെന്നേ ഉള്ളൂ. ഓക്കെ, നമുക്ക് നോക്കാം. മോഡേൺ ടൂൾസ് ഫോർ ആൻ എൻഹാൻസ്ഡ് ലേണിംഗ് എക്സ്പീരിയൻസ്. ഇപ്പൊ നമ്മളുടെ ലേണിംഗ് എക്സ്പീരിയൻസ് ഒന്നുകൂടെ എൻഹാൻസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഈ ഓരോ സ്റ്റഡി റിസോഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സ്ലൈഡ് മാറ്റിക്കോളൂ മാം. ഓക്കെ, ഫസ്റ്റ് വരുന്നത് പ്രൈമറി നമുക്ക് വരുന്നത് റെക്കോർഡഡ് സെഷൻസ് അതുപോലെ ലൈവ് വീഡിയോ ലെക്ചേഴ്സ് ആണ് വരുന്നത്. ഓക്കെ, നമുക്ക് ഓരോ സബ്ജക്റ്റിന്റെ ബ്ലോക്ക് വൈസ് യൂണിറ്റ് വൈസ് ഉള്ള റെക്കോർഡഡ് ലെക്ചേഴ്സ് ആപ്പിൽ അവൈലബിൾ ആണ്. അതോടൊപ്പം ഓരോ ബ്ലോക്ക് കഴിയുന്നതിനനുസരിച്ച് നമുക്ക് ലൈവ് റിവിഷൻ സെഷൻസും ഉണ്ടായിരിക്കും. ഓക്കെ, അത് മാക്സിമം അറ്റൻഡ് ചെയ്യാനായിട്ട് നോക്കുക. സപ്പോസ് നമുക്കൊരു ലൈവ് മിസ്സായി പോയെങ്കിലും അതിന്റെ റെക്കോർഡഡ് സെഷൻസ് ആപ്പിൽ അവൈലബിൾ ആണ്. ഓക്കെ, അത് റെഫർ ചെയ്ത് പിന്നീട് നമുക്ക് പറ്റുന്ന ടൈമിൽ അത് കവർ ചെയ്തെടുക്കാനായിട്ട് പറ്റും. പിന്നെ നമുക്ക് ആപ്പിൽ അവൈലബിൾ ആയിട്ടുള്ളതാണ് നമ്മുടെ ഹെൽപ്പ് ബുക്ക് എന്ന് പറയും, അല്ലെങ്കിൽ വാല്യൂ ആഡഡ് നോട്ട്സ്. നമുക്കറിയാം യൂണിവേഴ്സിറ്റിയുടെ ടെക്സ്റ്റ് ബുക്ക് എന്തായാലും നമ്മൾ വായിച്ചു പോവുക, അതിൽ നമുക്കൊരു ഇൻഡെപ്ത് നോളജ് കിട്ടും. സപ്പോസ് നമുക്കൊരു ക്വിക്ക് റിവിഷന് വേണ്ടിയിട്ടൊക്കെ നമുക്ക് വളരെ ഹെൽപ്ഫുൾ ആണ് നമ്മുടെ ഹെൽപ്പ് ബുക്ക് അല്ലെങ്കിൽ വാല്യൂ ആഡഡ് നോട്ട്സ് എന്ന് പറയുന്നത്. അതും നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് വരുന്നത് എക്സാംപീഡിയ അതുപോലെ എക്സാം സ്പെഷ്യൽ ഗൈഡ് ബുക്ക് ആപ്പിൽ അവൈലബിൾ ആണ്.
ഓക്കെ, എക്സാം പീഡിയ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം, ഇഗ്നോയുടെ നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എടുത്ത് റെഫർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ പല പല ഏരിയാസിലും ഇമ്പോർട്ടൻസ് കൂടുതൽ ഉണ്ടെന്ന് നമുക്ക് അതിൽ നിന്ന് അനലൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ചില ഏരിയയിൽ നിന്ന് റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പം ആ ഏരിയാസ് ഒക്കെ നമുക്ക് കവർ ചെയ്യാൻ നമ്മളെ എക്സാംസ് പീഡിയ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എക്സാം പീഡിയയിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസേഴ്സും അവൈലബിൾ ആണ്, അത് റെഫർ ചെയ്ത് പഠിക്കുക. പിന്നെ അതുപോലെ എക്സാം സ്പെഷ്യൽ ഗൈഡ് ബുക്സും ആപ്പിൽ അവൈലബിൾ ആണ്. അപ്പം ഈ റിസോഴ്സസ് ഒക്കെ മാക്സിമം നമ്മൾ യൂട്ടിലൈസ് ചെയ്യുക. ഓക്കെ, പിന്നെ നമുക്ക് വരുന്നത് അസൈൻമെന്റ് ആൻസർ ഗൈഡ് ബുക്ക് ആണ്. ഓക്കെ, നമുക്കറിയാം ഇഗ്നോയിൽ നമുക്ക് ഡിഫറെന്റ് എക്സാം സൈക്കിൾസിൽ അല്ലെങ്കിൽ ഓരോ സൈക്കിളിലും നമ്മളുടെ അസൈൻമെന്റിന്റെ സിലബസ് യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പം ആ ഒരു ടൈമിൽ ലേൺ വൈസിൽ നിന്ന് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള ഇന്റിമേഷൻസ് കിട്ടും. അത് ബേസ് ചെയ്തിട്ട് നമ്മുടെ അസൈൻമെന്റ് എന്താണ് ആൻസർ ഗൈഡ് ബുക്കും പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അതിന്റെ അപ്ഡേറ്റ്സ് എല്ലാം അപ്പം നമ്മൾ അറിയിക്കുന്നതാണ്. അപ്പം അസൈൻമെന്റിന്റെ ആൻസർ ഗൈഡ് ബുക്കും ആപ്പിൽ അവൈലബിൾ ആണ്. അപ്പം നമ്മൾ അത് കറക്റ്റ് അതുപോലെ തന്നെ എഴുതാതെ നമ്മളുടേതായുള്ള കുറച്ച് മോഡിഫിക്കേഷൻസ്, എക്സ്ട്രാ റെഫറൻസും ഇമ്പോർട്ടൻ്റ് ആണ് അസൈൻമെന്റിന്റെ പ്രിപ്പറേഷനിൽ. അപ്പം ആ കാര്യങ്ങളും കൂടെ ഒന്ന് ശ്രദ്ധിച്ച് അസൈൻമെന്റ് നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അസൈൻമെന്റ്സിന് അത്രമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ട്, അതുകൊണ്ട് അതും റെഫർ ചെയ്ത് നല്ല രീതിയിൽ അസൈൻമെന്റ്സ് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, പിന്നെ നമുക്ക് വരുന്ന എക്സ്ട്രാ സപ്പോർട്ട്സ് ആണ്. ഫസ്റ്റ് വൺ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ്. നമുക്ക് ഇതിന് മുന്നേ ഉള്ള സെഷൻസിൽ ഓൾമോസ്റ്റ് ഒരു 3 സെഷൻസിലോളം സക്സസ്ഫുള്ളി കണ്ടക്ട് ചെയ്തിട്ടുള്ള ഒന്നാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ്. അതായത് നമ്മളുടെ ഇഗ്നോയിൽ ഇതിന് മുന്നേ വന്നിട്ടുള്ള പ്രീവിയസ് ഇയർ എക്സാം പേപ്പേഴ്സ് എടുത്തിട്ട് അതിന്റെ ഒരു അൾട്ടിമേറ്റ് അനാലിസിസ് ആണ്. അഡ്വാൻസ്ഡ് ടെക്നോളജീസ് ഒക്കെ യൂസ് ചെയ്തിട്ട് ഇമ്പോർട്ടൻ്റ് ഏരിയാസ് നമ്മൾ ഡേറ്റ എക്സ്ട്രാക്ട് ചെയ്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് റെലവൻ്റ് ആയിട്ടുള്ള കണ്ടന്റുകൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള, അതായത് ബ്ലോക്ക് വൈസ് യൂണിറ്റ് വൈസ് ഉള്ള സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു അൾട്ടിമേറ്റ് അനാലിസിസ് ആണ്. അതോടൊപ്പം നമുക്കതിൽ ഒരു പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനും ആ ഒരു ഇതിൽ വരും. അത് നമ്മുടെ എക്സാമിനോട് അടുക്കുന്ന ടൈമിലായിരിക്കും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് വരുന്നത്. അപ്പം ഈ കാര്യങ്ങളൊന്നും മിസ് ഔട്ട് ആവാതെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം. പിന്നെ വരുന്നത് ലേൺ വൈസിൽ ഇതിനു മുന്നേ നമുക്ക് ഓൾമോസ്റ്റ് ഒരു 2 ടേംസിലായിട്ട് കണ്ടക്ട് ചെയ്തിട്ടുള്ളതാണ് മോഡൽ എക്സാം, ഇഗ്നോ മോഡൽ എക്സാം. അതായത് നമ്മൾ യൂണിവേഴ്സിറ്റി എക്സാം എഴുതുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് ഓൾമോസ്റ്റ് ഒരു 2 വീക്സിന് ബിഫോർ ലേൺ വൈസിൽ നമുക്ക് മോഡൽ എക്സാം കണ്ടക്ട് ചെയ്യാറുണ്ട്. അപ്പം നമുക്ക് ആ ഒരു റിയൽ ടൈം എക്സ്പീരിയൻസ് കിട്ടാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പം ആ എക്സാമിന് ഡയറക്റ്റ് നമ്മൾ എക്സാമിന് പോവാതെ ആ ഒരു മോഡൽ എക്സാം ഒക്കെ ഒന്ന് അപ്പിയർ ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാനും ഒക്കെ അത് ഹെൽപ്പ് ചെയ്യും. അപ്പം നമ്മുടെ മെന്റേഴ്സ് അതായത് ടൈമിൽ ഈ കാര്യങ്ങളൊക്കെ അറിയിക്കും. ഇതൊന്നും മിസ് ഔട്ട് ആയി പോകുന്നില്ല എന്നുള്ളത് ഉറപ്പുവരുത്തുക. പിന്നെ നമുക്ക് എക്സാമിനോട് അടുക്കുമ്പോൾ എക്സാം ഹെൽപ്പ് ഡെസ്ക് ഉണ്ടാവും. അതായത് നമുക്ക് ചില ലേണേഴ്സിനൊക്കെ എക്സാമിന് രജിസ്റ്റർ ചെയ്യാൻ കുറച്ച് ഡിഫിക്കൽട്ടീസ് ഫേസ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, മിസ്റ്റേക്സ് വരുമോ അങ്ങനെയുള്ള പേടിയൊക്കെ വരുന്നവർക്ക് ഇഗ്നോ എക്സാം ഹെൽപ്പ് ഡെസ്ക് അവൈലബിൾ ആണ്. അപ്പം ആ ഒരു റിസോഴ്സ് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് വരുന്നത് ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാം EEP എന്ന് പറയും. ഓക്കെ, അത് നമ്മുടെ ലാംഗ്വേജ് പ്രൊഫഷൻസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ആഡ് ഓൺ കോഴ്സാണ് EEP. ഓൾമോസ്റ്റ് ഒരു 150 ഡേയ്സ് അല്ലെങ്കിൽ 180 ഡേയ്സിൽ വരുന്ന ഒരു കോഴ്സാണ്. അപ്പം ആ കോഴ്സിലൂടെ നമുക്ക് നമ്മളുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് പ്രൊഫഷൻസ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ മാക്സിമം ആ സെഷൻസും അറ്റൻഡ് ചെയ്യാൻ വേണ്ടി നോക്കുക. പിന്നെ അത് കൂടാതെ ലേൺ വൈസിൽ വരുന്നതാണ് കോ കരിക്കുലർ ഈവൻസ് വരാറുണ്ട്. ഓക്കെ, ഇപ്പൊ ഓണം ആയിക്കോട്ടെ, ക്രിസ്മസ്, ഗാന്ധി ജയന്തി അങ്ങനെയുള്ള സ്പെഷ്യൽ ഈവൻസ് ഒക്കെ ലേൺ വൈസിൽ കണ്ടക്ട് ചെയ്യാറുണ്ട്. ആ ഈവൻസ് ഒക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക, അറ്റൻഡ് ചെയ്യുക. ഓക്കെ, പിന്നെ നമുക്ക് വരുന്നത് അപ്സ്കില്ലിംഗ് ആൻഡ് കരിയർ ഡെവലപ്മെന്റ് ഇനീഷ്യേറ്റീവ്സ് വരാറുണ്ട്. അതായത് ഓരോരോ മേഖലകളിൽ എക്സ്പെർട്ടൈസ്ഡ് ആയിട്ടുള്ള പേഴ്സൺസ് വന്നിട്ട് അവരുടെ ആ ഒരു സക്സസ് സ്റ്റോറീസ് നമ്മളുമായിട്ട് ഷെയർ ചെയ്യുന്ന ഈവൻസ് ആയിരിക്കും ഈ സെഷൻസ് ഒക്കെ. അപ്പം മെൻറ്റർ വഴി നമുക്ക് കറക്റ്റ് ആയിട്ട് ഈ അപ്ഡേറ്റ്സ് ഒക്കെ കിട്ടും. അപ്പം ഈ ഒരു അപ്ഡേറ്റ്സ് മിസ്സായി പോകുന്നില്ല എന്നുള്ള കാര്യം ഒന്ന് മേക്ക് ഷുവർ ചെയ്യും. ഓക്കെ ഓക്കെ നെക്സ്റ്റ് വൺ, നമുക്ക് ലേണേഴ്സിന് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാനുണ്ട് ഈ ഒരു സെഷനിൽ ചോദിക്കാം. Q&A സെഷനാണ്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഹലോ മിസ്സേ, കേൾക്കുന്നില്ലേ? ആ, ചോദിച്ചോളൂ, കേൾക്കാം. പിന്നെ എക്സാം സെം വൈസ് ആയിട്ട് എഴുതാൻ പറ്റുമോ? നമുക്ക്
പ്രോഗ്രാം കംപ്ലീഷൻ എന്ന് പറഞ്ഞ് 1 ഇയർ യൂണിവേഴ്സിറ്റി പറയുന്നുണ്ട്. അപ്പൊ 1 ഇയർ കംപ്ലീറ്റ് ചെയ്യണം. നമുക്ക് ഡിസംബറിലായിരിക്കും ഫസ്റ്റ് സെം എക്സാം വരിക. അതല്ല, ഒരു ആ. അഡ്മിഷൻ എടുത്തിട്ട് 1 ഇയർ കഴിഞ്ഞിട്ട് പിന്നെയുള്ള എക്സാമുകൾ, സെക്കൻഡ് ഇയറിന്റെ ഒക്കെ എക്സാം ഒരു തേർഡ് സെം ആയിട്ട് എഴുതാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ. പറഞ്ഞത് മാം, മനസ്സിലായോ? നമ്മളുടെ പ്രോഗ്രാം ഗൈഡിൽ അങ്ങനെ തന്നെയല്ലേ പറയുന്നത്? നമുക്ക് 1 ഇയർ കംപ്ലീറ്റ് ചെയ്യുക, എന്നിട്ട് ഡിസംബറിലായിരിക്കും ഫസ്റ്റ്. പിന്നെ 1 ഇയർ കംപ്ലീഷന് ശേഷം നമുക്ക് സെമസ്റ്റർ വൈസ് പറ്റുമോ? അതല്ല, ഞാൻ അങ്ങനെ പറയുന്നില്ലേ? ഫസ്റ്റ് ഇയറിൽ അഡ്മിഷൻ എടുത്തത് 2024 ജൂലൈയിലാണ്. ഓക്കെ. അപ്പൊ ഈ ജൂണിലെ ഫസ്റ്റ് സെമ്മിന്റെ എക്സാം മാത്രമായിട്ട് എഴുതാൻ പറ്റുമോ എന്ന്. ഓക്കെ. അപ്പം യൂണിവേഴ്സിറ്റി അഡ്മിഷൻ 1 ഇയർ മുന്നേ എടുത്തതാണെങ്കിൽ ഇപ്പൊ എഴുതാമല്ലോ, അതിന് വേറെ പ്രോബ്ലം വരില്ല. അതല്ല, സെക്കൻഡ് സെമ്മും ഫസ്റ്റ് സെമ്മും എഴുതാണ്ട് ഫസ്റ്റ് സെമ്മും മാത്രമായിട്ടും പറ്റൂല്ലേ? അത് നമ്മളുടെ ഇഷ്ടം അനുസരിച്ച് കോഴ്സ് നമുക്ക് ഏതാണ് ആ ഒരു ടൈമിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അതായത് നമുക്ക് 4 ഇയർ ഉണ്ടല്ലോ, അപ്പം ആ 4 ഇയറിനുള്ളിൽ നമ്മൾ സബ്ജക്ട്സ് കംപ്ലീറ്റ് ചെയ്ത് എടുത്താൽ മതി. നോർമലി വരുന്നത് ആ ഫസ്റ്റ് സെമ്മിന്റെയും സെക്കൻഡ് സെമ്മിന്റെയും എക്സാം സെമ്മിന്റെ കൂടെ ഒരുമിച്ചായിരിക്കും. ഒന്നിച്ച് ഫസ്റ്റ് ഇയർ കംപ്ലീറ്റ് ആവുമ്പോൾ എഴുതുക എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഫസ്റ്റ് ഇയറിൽ 8 പേപ്പറല്ലേ തിയറി ഉള്ളേ? ആ. അപ്പൊ 8 പേപ്പറിന് അസൈൻമെന്റ് വെക്കേണ്ടി വരില്ലേ? അതെ അതെ, ഓരോ അപ്പൊ സബ്ജക്റ്റിനും നമുക്ക് അസൈൻമെന്റ് ഉണ്ട്. അപ്പൊ നിലവിൽ ജൂണിൽ എക്സാം ഉള്ള അതില് അസൈൻമെന്റിന്റെ സൈറ്റിൽ നോക്കുമ്പോ ഫസ്റ്റ് സെമ്മിന്റെ അസൈൻമെന്റ് മാത്രമേ കാണുന്നുള്ളൂ. ഓക്കെ, അത് നമുക്ക് വരും, ഉടനെ തന്നെ വരും. അവര് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. കുറച്ച് ലേറ്റ് ആണല്ലേ? ആയാലും ഉടനെ തന്നെ വരും. അത് ആ ഒരു സൈക്കിള് അവസാനിക്കുന്നതിന് മുന്നേ, അതായത് ഡെഡ് ലൈന് മുന്നേ എന്തായാലും വരും. ഓക്കെ. പിന്നെ സെക്കൻഡ് ഇയറിലോട്ട് അഡ്മിഷൻ എടുത്ത് കഴിഞ്ഞാലില്ലേ, ആ. തേർഡ് സെമ്മിന്റെ എക്സാം ഒരു 6 മാസം കഴിഞ്ഞിട്ട് എഴുതാൻ പറ്റുമെന്ന് എനിക്ക്. 6 മന്ത് കഴിഞ്ഞിട്ട് പിന്നെ തേർഡ് ഇയറിന്റെ എക്സാം എഴുതാൻ തേർഡ് പറ്റുമോ? അല്ല, അതായത് നമ്മുടെ ആ തേർഡ് തേർഡ് സെം. സെമസ്റ്റർ എക്സാം. അല്ലെങ്കിൽ ഒരു വർഷം തന്നെ വെയിറ്റ് ചെയ്യേണ്ടി വരുമോ സെക്കൻഡ് ഇയർ അഡ്മിഷൻ എടുത്ത് കഴിഞ്ഞിട്ട്? നമുക്ക് യൂഷ്വലി 1 ഇയർ കംപ്ലീഷൻ ആണ് പറയുന്നത്. 1 ഇയർ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സെമസ്റ്റർ വൈസ് പറ്റും എന്നുള്ളതാണ് നോക്കുക. അതൊന്നുകൂടെ ചെക്ക് ചെയ്തിട്ട് പറയാം. ഓക്കെ. ഓക്കെ. ശരി, താങ്ക് യു. ഇപ്പൊ ഓൾറെഡി കഴിഞ്ഞ ജൂലൈയിൽ അഡ്മിഷൻ എടുത്തോണ്ട് നമുക്ക് ഈ ജൂണിൽ എക്സാം എഴുതാനായിട്ട് എന്തായാലും പറ്റും. 1 ഇയർ കംപ്ലീറ്റ് ആവും. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ഓക്കെ. അശ്വിൻ, ഞാൻ ഓഡിബിൾ അല്ലേ? കേൾക്കാം. ഓക്കെ. അതായത് നമുക്ക് ഒരു വർഷം നമ്മൾ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഒരു അക്കാഡമിക് ഇയർ എന്ന് പറയുന്നത് 1 ഇയർ ആണ്. സോ ഈ 1 ഇയറിന്റെ ഉള്ളിൽ നമ്മൾ എക്സാം എഴുതണം. അതായത് നമ്മൾ ഒരു അക്കാഡമിക് ഇയർ കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഇയറിലെ എക്സാം എഴുതാൻ പറ്റുള്ളൂ. ഇപ്പൊ ജാനുവരിയിൽ എന്ത് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ, ഇപ്പൊ കഴിഞ്ഞ ജൂലൈ 2024 ഫസ്റ്റ് ഇയർ അഡ്മിഷൻ എടുത്തത്. അപ്പൊ അതിന്റെ 1 ഇയർ കംപ്ലീഷൻ എന്ന് പറയുന്നത് ജൂലൈ 25 1 ഇയർ കംപ്ലീറ്റ് ആവുക. ഓക്കെ. അപ്പൊ 1 ഇയർ കംപ്ലീഷൻ കഴിഞ്ഞാൽ മാത്രമാണ് ഫസ്റ്റ് ഇയർ കംപ്ലീറ്റ് ആവത്തുള്ളൂ. ആ സമയത്ത് നിങ്ങൾ എക്സാം എഴുതിയാലും എക്സാം എഴുതിയില്ലെങ്കിലും ഫസ്റ്റ് ഇയർ കംപ്ലീറ്റഡ് ആണ്. അതിനുശേഷം നിങ്ങൾക്ക് ഏത് സൈക്കിളിലും നിങ്ങൾക്ക് ഫസ്റ്റ് ഇയറിന്റെ എക്സാം എഴുതാം. ഒന്നെങ്കിൽ ജൂലൈയിൽ തന്നെ എഴുതാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസംബറിൽ. ഓക്കെ. അപ്പോ ഈ സെക്കൻഡ് ഇയർ രജിസ്ട്രേഷൻ നമ്മൾ 1 ഇയർ കംപ്ലീറ്റ് ആയതിനു ശേഷമാണ് റീ രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ. അപ്പോ ഈ റീ രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ എന്ത് ചെയ്യണം? 1 ഇയർ കംപ്ലീറ്റ് ചെയ്യണം. എന്നാലാണ് നമ്മളുടെ സെക്കൻഡ് ഇയറിന്റെ അക്കാഡമിക് സൈക്കിൾ കംപ്ലീറ്റ് ആവുള്ളൂ. ഓക്കെ, ക്ലിയർ ആയില്ലേ? അപ്പോ നമുക്ക് ഇതിന് ശേഷവും നമ്മൾ 1 ഇയർ വെയിറ്റ് ചെയ്യണം. കാരണം നമ്മളെ ഒരു അക്കാഡമിക് ഇയറിന്റെ ഡ്യൂറേഷൻ കംപ്ലീറ്റ് ആവാൻ നമുക്ക് 1 ഇയർ എടുക്കും. അപ്പോൾ ഒരു 1 ഇയർ സൈക്കിളിലായിരിക്കും നമ്മുടെ എക്സാംസ് വരിക. പക്ഷെ വൺസ് 1 ഇയർ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത സൈക്കിളിലോ അല്ലെങ്കിൽ അതേ സൈക്കിളിലോ നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും. ഓക്കെ, ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. ഓക്കെ. ഹലോ മാം, കേൾക്കാമോ? ചോദിച്ചോ. മാം, ഞാനും ജൂലൈ 2024 സൈക്കിൾ രജിസ്റ്റർ ചെയ്തതാണ്. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ റീജിയണൽ സെന്ററിൽ വെച്ചിട്ടുള്ള ഒരു ഇൻഡക്ഷൻ പ്രോഗ്രാമിൽ പറഞ്ഞത് മാർച്ചിൽ എക്സാം ഫീസ് അടയ്ക്കണമെന്നാണ്. അപ്പൊ എന്തായാലും ഞാൻ ജൂണിൽ ഫസ്റ്റ് സെമസ്റ്ററിലെ എക്സാം എഴുതുന്നുള്ളൂ. അപ്പൊ ഈ എക്സാം ഫീസ് അടയ്ക്കുമ്പോ ഈ 2 സെമസ്റ്ററിലേക്കുള്ളത് ഒരുമിച്ചാണോ അടയ്ക്കേണ്ടത്? ഞാൻ പറഞ്ഞോട്ടെ. ഓക്കെ. അപ്പോ പിന്നെ ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മൾ എക്സാം രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നമുക്ക് സെലക്ട് ചെയ്യുക എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് എക്സാമിന്റെ നമ്മൾ ഒരു പോർട്ടലാണ് തുറക്കുക. അത് നമ്മൾ മാർച്ചിൽ അല്ലെങ്കിൽ ഏപ്രിലാണ്. അത് യൂഷ്വലി ഫെബ്രുവരി എൻഡിൽ തന്നെ ചില സമയങ്ങളിൽ തുറക്കാറുണ്ട്. ഓക്കെ.
അപ്പൊ ഇത് തുറന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ സബ്ജക്ട് ഇപ്പൊ ഇയാള് നിങ്ങൾക്കുള്ള സബ്ജക്റ്റുകളിൽ ചിലത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങൾ 3 സബ്ജക്ട് മാത്രമേ എഴുതുന്നുള്ളൂ എന്ന് വിചാരിക്കാം. പക്ഷെ ഏറ്റവും നല്ലത് എല്ലാ സബ്ജക്റ്റും ഒന്നിച്ച് എഴുതുന്നത് തന്നെയാണ്. പക്ഷെ ഞാനൊരു കേസ് മാത്രം പറയാണ്. അപ്പൊ ഈ 3 സബ്ജക്ട് മാത്രം എഴുതുമ്പോൾ നമുക്ക് ഈ 3 സബ്ജക്ട് മാത്രം സെലക്ട് ചെയ്ത് വെക്കാം. മനസ്സിലായില്ലേ? അപ്പൊ ഈ 3 സബ്ജക്ട് മാത്രം സെലക്ട് ചെയ്തിട്ട് അതിന് നമ്മൾ ഫീസ് എല്ലാം അടച്ചു കഴിഞ്ഞാൽ നമ്മൾ 3 സബ്ജക്ട് മാത്രം എക്സാം എഴുതിയാൽ മതി. അപ്പോൾ നമുക്ക് എക്സാം പോർട്ടൽ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്, സെലക്ട് ചെയ്യാം. അതായത് ഏതൊക്കെ അറ്റൻഡ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നത് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. പക്ഷെ അതേ സ്ഥാനത്ത് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അതിന്റെ അസൈൻമെന്റ്സ് കംപ്ലീറ്റ് ആയിട്ട് സബ്മിറ്റ് ചെയ്യാം. അതല്ലെങ്കിൽ ഈ 3 സബ്ജക്റ്റിന്റെ മാത്രമായിട്ട് നമുക്ക് സബ്മിറ്റ് ചെയ്യാം. പക്ഷെ ഇപ്പോഴും ഞാൻ പറയാം, നമ്മൾ ഫസ്റ്റ് സെമിസ്റ്റർ അല്ലെങ്കിൽ സെക്കൻഡ് സെമിസ്റ്റർ സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതാതെ, അതായത് നമ്മളൊരു ഡിഗ്രി എന്ന് പറയുമ്പോൾ ഏറ്റവും അറ്റ് ഏർലിയസ്റ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തന്നെയാണ് ഇത് കുറച്ചുകൂടെ പണി കൂടുക. ഓക്കെ, പക്ഷെ നമുക്ക് തീരെ ഒരു എന്താ പറയുക നിവൃത്തിയില്ല, എനിക്ക് പഠിക്കാൻ അത്രയും പറ്റിയിട്ടില്ല എന്നുള്ളതാണെങ്കിൽ മാത്രമുള്ള ഒരു കേസാണ് ഞാൻ പറഞ്ഞത്. മാം അങ്ങനെയാണെങ്കിൽ ഇപ്പം സെക്കൻഡ് സെമസ്റ്ററിലെ എക്സാം ഡിസംബറിലാണ് എഴുതാൻ പറ്റുമോ? ഓക്കെ, പറ്റും. അതായത് നിങ്ങൾ 1 ഇയർ കംപ്ലീറ്റ് ആയില്ലേ? 1 ഇയർ കംപ്ലീറ്റ് ആയതിനു ശേഷം ഇപ്പൊ നിങ്ങൾ ജൂലൈയിൽ കംപ്ലീറ്റ് ആയതിനു ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ആ അതേ എക്സാം പെൻഡിങ് ആയിട്ടുള്ള എക്സാം നെക്സ്റ്റ് സൈക്കിൾ വരുന്നത് ഡിസംബറിലാണല്ലോ. അപ്പോൾ ആ സമയത്ത് അറ്റൻഡ് ചെയ്യാം. അതായത് റിമൈനിങ് ആയിട്ടുള്ള, എന്നിട്ട് വേണമെങ്കിൽ നിങ്ങൾ ജൂലൈയിൽ ഓൾറെഡി സെക്കൻഡ് ഇയറിന് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ജൂലൈ വരുമ്പോൾ, അതായത് 2026 ജൂലൈയിൽ നിങ്ങൾക്ക് സെക്കൻഡ് ഇയറിലെ എക്സാം എഴുതാം. മാം അത് ഞാൻ ചോദിക്കാൻ കാരണം അപ്പൊ അസൈൻമെന്റും ഈ സെക്കൻഡ് സെമസ്റ്ററിൻ്റെത് സെപ്റ്റംബറിൽ സബ്മിറ്റ് ചെയ്താൽ മതിയാവുമോ എങ്കിലാണെങ്കിൽ? അതായത് ഇപ്പൊ നമ്മൾ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ എക്സാം എഴുതുന്ന പേപ്പേഴ്സിന്റെ ഒക്കെ നമ്മൾ എന്തായാലും നമ്മൾ സബ്മിറ്റ് ചെയ്യാം. മാക്സിമം അതെങ്കിലും നമ്മൾ എന്തായാലും സബ്മിറ്റ് ചെയ്യാൻ നോക്കുക. അപ്പൊ ഇൻ കേസ് നിങ്ങൾ ചില സബ്ജക്ട് എഴുതുന്നില്ല എന്നുള്ളതാണെങ്കിൽ എഴുതാത്ത സബ്ജക്റ്റിന്റെ നമ്മൾ സെപ്റ്റംബർ, അതായത് സെപ്റ്റംബറിൽ സബ്മിറ്റ് ചെയ്യേണ്ട ഒരു ടൈം ഇല്ല, സെപ്റ്റംബർ ഒക്ടോബർ ആ ഒരു സബ്മിഷൻ സൈക്കിളിൽ അതിൽ സബ്മിറ്റ് ചെയ്താലും മതി. ഇപ്പൊ എനിക്ക് ടെക്സ്റ്റ് ബുക്ക് ഒന്നും കിട്ടിയിട്ടില്ല, അപ്പൊ അതുകൊണ്ട് ഒന്നും തുടങ്ങാനും പറ്റിയിട്ടില്ല. ഓക്കെ. പക്ഷെ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് പിന്നെ മാർച്ചിലാണ് നമ്മൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യേണ്ട ഫസ്റ്റ് ഡേറ്റ് വരിക. പക്ഷെ അത് എന്തായാലും യൂണിവേഴ്സിറ്റി എക്സ്റ്റെൻഡ് ചെയ്ത് ഏപ്രിൽ വരെ ആക്കും. ഓക്കെ, അത് പിന്നെയും നമുക്ക് നല്ല ടൈം കിട്ടുവാണെങ്കിൽ നമ്മൾ അറ്റ് ദ ഏർലിയസ്റ്റ് നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അറിയാം, നമ്മൾ ഇങ്ങനെ വലിച്ചു നീട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സെക്കൻഡ് ഇയർ ആയി തേർഡ് ഇയർ ആയി നമുക്ക് പണികൾ കൂടി വരും. മാം അപ്പോഴും അങ്ങനെയാണെങ്കിൽ ഇപ്പൊ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്തിട്ട് ഡിസംബറിൽ എക്സാം എഴുതുന്നതും കുഴപ്പമില്ലല്ലോ? ഇല്ല, നമ്മൾ വൺസ് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്താൽ ഇപ്പൊ നമ്മൾ ഇപ്പോ ഓക്കെ നമ്മൾ പിന്നെ ഇപ്പൊ നിങ്ങൾ ഒരു 5 പേപ്പറാണ് നിങ്ങൾക്ക് ഉള്ളത് എന്ന് വിചാരിക്കും. ഇപ്പൊ 5 പേപ്പറിനെ നിങ്ങൾ ഇപ്പൊ വെച്ചു, പക്ഷെ എക്സാം 2ന്റെ മാത്രമേ എഴുതിയിട്ടുള്ളൂ. പക്ഷെ വീണ്ടും നിങ്ങൾ അത് വെക്കേണ്ട ആവശ്യമില്ല. വൺസ് അസൈൻമെന്റ് വെച്ച് കഴിഞ്ഞാൽ അത് സബ്മിറ്റഡ് ആണ്. ഇപ്പൊ റീജിയണൽ സെന്ററിൽ നിന്ന് പറഞ്ഞേക്കുന്ന ഈ പ്രാക്ടിക്കൽ എക്സാം എല്ലാം ഈ നമ്മുടെ ജൂലൈ എക്സാമിന് ശേഷം മാത്രമേ വരുള്ളൂ എന്നാണ് പറഞ്ഞേക്കുന്നത്. ക്ലാസ്സുകളും അങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്. അതങ്ങനെ നമ്മള് പിന്നെ നമ്മളുടെ തിയറി എക്സാമിന് ശേഷം ഒരു മാസത്തിന്റെ അല്ലെങ്കിൽ 1.5 മാസത്തിന്റെ ഗ്യാപ്പിന് ശേഷം നമ്മൾ സ്റ്റഡി സെന്റർ വഴി നിങ്ങൾ അറിയിക്കുന്നുണ്ടാവും. അപ്പോ പിന്നെ നമ്മുടെ എക്സാമിന്റെ സമയത്ത് പ്രാക്ടിക്കലിനും കൂടെ ഒരു അപ്ലൈ ചെയ്യേണ്ട ഒരു ഓപ്ഷനും ഉണ്ടാവും. നമ്മൾ എക്സാം പോർട്ടലിൽ നമുക്ക് പ്രാക്ടിക്കലിനും കൂടെ നമുക്ക് അപ്ലൈ ചെയ്യാം. പ്രാക്ടിക്കൽ എന്നുള്ള രീതിയിൽ ഒരു സബ്ജക്റ്റ് ആയിട്ട് തന്നെ കാണും. അപ്പൊ അതിനും കൂടെ അപ്ലൈ ചെയ്താലാണ് നമുക്ക് പ്രാക്ടിക്കൽ എക്സാം എഴുതാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ആ സമയത്ത് എക്സാം പോർട്ടലിൽ തുറന്നാലും ഇവിടെയുള്ള മെന്റേഴ്സ് അറിയിക്കും. അതുപോലെ തന്നെ എക്സാം പോർട്ടലിൽ നിങ്ങളെ പിന്നെ ഏതൊക്കെ സബ്ജക്ട് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് എക്സാം രജിസ്റ്റർ ചെയ്യാനും ഇവിടുന്ന് ഹെൽപ്പ് ഒക്കെ ഉണ്ടാവും. അതിനെ കുറിച്ചൊന്നും ആലോചിച്ചിട്ട് ഇപ്പൊ പേടിക്കണ്ട. നിങ്ങളിപ്പോ എന്താ ചെയ്യുക, നിങ്ങളെ ഫസ്റ്റ് ടൈം ടേബിൾ വന്നിട്ട് പഠിക്കാട്ടോ. അത് ഞാൻ 2010 ഡിഗ്രി കഴിഞ്ഞപ്പം ഒരു ടച്ചും ഇല്ല. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും കൺസേൺസ് ഉണ്ടാവും. ഓക്കെ, കുഴപ്പമില്ല. അത് കാരണം നമ്മൾ സ്റ്റാർട്ടിങ് അല്ലേ, പഠിച്ച ഒരു ഗ്യാപ്പിന് ശേഷം ഒക്കെ വരുമ്പോൾ നമുക്ക് അതിന് എല്ലാവർക്കും ഉണ്ടാവും. അതൊന്നും പേടിക്കണ്ട. അതിന് നമുക്ക് നല്ല ഹെൽപ്പിനായിട്ടാണ് ഇവിടെ മെന്റേഴ്സ് ഒക്കെ ഉള്ളത്. സോ അതിനെ പറ്റിയിട്ടൊന്നും പറയേണ്ട ആവശ്യമില്ല കേട്ടോ. ഓക്കെ മാം, താങ്ക് യു. ഗുഡ് ഈവനിങ് മാം. ഹലോ പറഞ്ഞോളൂ. നമുക്ക് ഇപ്പോ ജാനുവരി 2025 ഇപ്പൊ ഞാൻ അഡ്മിഷൻ എടുത്തിരിക്കുന്നത്. അപ്പോ ഈ ഒരു ജൂലൈയിലുള്ള എക്സാമിൽ നമുക്കിപ്പോ ഒരു ഫസ്റ്റ് ഹാഫ് ഉള്ള, അതായത് ഒരു 4 പേപ്പറിന്റെ എക്സാം അങ്ങനെയൊക്കെ എഴുതാൻ പറ്റുമോ? അങ്ങനെ പറ്റില്ല. അതാ പറഞ്ഞ നമുക്ക് 1 ഇയർ പ്രോഗ്രാം കംപ്ലീഷൻ, അതായത് ഫസ്റ്റ് ഇയർ കംപ്ലീറ്റ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് എക്സാം അപ്പിയർ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അത് ജാനുവരി ഇപ്പം ഈ റീസെന്റ് അല്ലേ അഡ്മിഷൻ എടുത്തത്? അതെ. അപ്പം ഡിസംബർ സെഷനിൽ എഴുതാൻ പറ്റും. ഓക്കെ. താങ്ക് യു.
ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? കേൾക്കാവോ? ആ, പറഞ്ഞോളൂ. മാം, ഞാനും ജൂലൈ 24 അഡ്മിഷൻ എടുത്തത്. അപ്പൊ ഓക്കെ. ഈ വരുന്ന ജൂണില് ഫസ്റ്റ് സെം എക്സാം എഴുതണമെന്നുണ്ട് എനിക്ക്. ആ. അപ്പൊ എനിക്ക് ഈ പറഞ്ഞ പോലെ സ്റ്റഡി സെന്റർ, റീജിയണൽ സെന്ററിൽ നിന്ന് ഒരു ഷെഡ്യൂൾ തന്നിട്ടുണ്ട്, ഓൺലൈൻ തിയറി കൗൺസിലിംഗ് ഷെഡ്യൂൾ എന്ന് പറഞ്ഞിട്ട്. ആ, ഓക്കെ. അപ്പൊ അതിനകത്ത് 75-80% അറ്റൻഡൻസ് കമ്പൽസറി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് 008 നമ്മുടെ ക്വാണ്ടം മെക്കാനിക്സ് 2 വരെയുള്ള ഷെഡ്യൂൾ അവർ തന്നിട്ടുണ്ട്. 6th മാർച്ച് തൊട്ട് 10th ജൂൺ വരെ ഉള്ളത്. അപ്പം അങ്ങനെ ഒരു ഷെഡ്യൂൾ ഫോർവേഡ് ചെയ്തിട്ടുണ്ട് ഒരു ഗ്രൂപ്പ്, ഇഗ്നൂന്റെ തന്നെ ഗ്രൂപ്പിൽ, വാട്സ്ആപ്പ് ഗ്രൂപ്പ്. സ്റ്റഡി സെന്ററിൽ നിന്ന് കിട്ടിയതാണോ? റീജിയണൽ സെന്ററിൽ നിന്ന് വന്നാണ് ഒരു ഷെഡ്യൂൾ വിത്ത് സീലൊക്കെയാണ് മാം വന്നിരിക്കുന്നത്. ഒരു ലിങ്കും തന്നിട്ടുണ്ട്. അത് ക്ലാസ്സസിന്റെ ടൈം ടേബിൾ ആണ്, ഷെഡ്യൂൾ ആണ്. ഓക്കെ. അപ്പം ഓൺലൈൻ ക്ലാസ്സസ് ആയിരിക്കും അതെ അതെ. സ്റ്റഡി സെന്റേഴ്സ്. ആ, അപ്പൊ അങ്ങനെ തന്നിട്ടുണ്ട്. അപ്പൊ ഇതില് ഞാൻ ഈ പറയുന്ന പോലെ ഫസ്റ്റ് സെം എഴുതാൻ ആണ് വിചാരിക്കുന്നത്. പക്ഷെ ഇതില് 2 സെമ്മിന്റെയും ഷെഡ്യൂൾ തന്നിട്ടുണ്ട്, ജൂണിനുള്ളിൽ കംപ്ലീറ്റ് ആവുന്ന രീതിയിൽ. ഇൻ കേസ് എനിക്ക് എന്തായാലും ഇപ്പൊ സെക്കൻഡ് സെമ്മും കൂടെ ഒരുമിച്ച് എഴുതാൻ പറ്റില്ല ഇപ്പൊ. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഈ സെഷൻ ഫുള്ളും ഇപ്പൊ അറ്റൻഡ് ചെയ്യണോ അതോ എനിക്ക് ആവശ്യമുള്ള സെഷൻസ് മാത്രം അറ്റൻഡ് ചെയ്താൽ മതി? കാരണം അറ്റൻഡൻസ് കമ്പൽസറി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ബെറ്റർ ഓപ്ഷൻ നമുക്ക് പറ്റുന്ന പോലെ, അതായത് നമുക്ക് എത്ര സബ്ജക്ട്സ് ആണോ ഈ ഒരു സെഷനിൽ എഴുതാനായിട്ട് പറ്റുക അത്രയും സബ്ജക്ട്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നോക്കുക. അതായിരിക്കും ബെറ്റർ. അപ്പൊ അറ്റൻഡൻസ് അതൊരു ഇഷ്യൂ ആവത്തില്ല? അത് ഓൺലൈൻ ക്ലാസ്സസ് ആയിട്ടല്ലേ കണ്ടക്ട് ചെയ്യുന്നത്? ആ, ഓക്കെ. ജസ്റ്റ് ആ സെഷൻസ് നമ്മൾ മാക്സിമം ഒന്ന് അറ്റൻഡ് ചെയ്യാനായിട്ട് ഓൺലൈൻ ആവുമ്പോൾ നമുക്ക് പോകുന്ന ബുദ്ധിമുട്ടൊന്നും വരുന്നില്ലല്ലോ. അത് നമുക്ക് ആഡ് ഓൺ ഒരു അഡ്വാൻറ്റേജ് തന്നെ ആയിരിക്കും ആ ക്ലാസ്സസ് കൂടെ അറ്റൻഡ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ സെക്കൻഡ് സെം എക്സാം എഴുതുമ്പോൾ വീണ്ടും ഈ ബാക്കിയുള്ള സബ്ജക്ട്സിന്റെ ഓൺലൈൻ ഇതുപോലെ എനിക്ക് കിട്ടത്തില്ലല്ലോ? ജൂണിൽ എക്സാമിന്റെ കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത സെമിലോട്ട് ഞാൻ കിടക്കുമ്പോൾ അപ്പൊ ബാക്കിയുള്ളതും ഇവിടെ ഞാൻ അറ്റൻഡ് ചെയ്ത് പോവുമല്ലേ? ഇത് നമ്മുടെ റീജിയണൽ സെന്ററിലെ ഒരു മിനിറ്റ് അർച്ചന മാം, ഇത് നമ്മുടെ റീജിയണൽ സെന്ററിലെ അവർ തരുന്ന ഇതായതുകൊണ്ട് അവരുമായിട്ടൊന്ന് കണക്ട് ചെയ്തിട്ട് സംസാരിക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പൊ ഈ പ്രാക്ടിക്കലിന്റെ സെഷൻ വരുമ്പോഴത്തേനും അവർ ക്ലിയർ ആയിട്ട് അറ്റൻഡൻസ് പറയുന്നുണ്ട്, ഇത്ര ശതമാനം അറ്റൻഡൻസ് വേണം. അപ്പൊ സ്റ്റുഡൻസ് ഫ്രം ഓൾ ഓവർ ദ വേൾഡ് അല്ലെങ്കിൽ കൺട്രിക്ക് ഒറ്റ സ്റ്റഡി സെന്ററേ പറയുന്നുള്ളൂ. ഇപ്പം മോസ്റ്റ് ആയിട്ടുള്ള നിങ്ങൾക്ക് ആൾക്കാർക്ക് ട്രിവാൻഡ്രം ആയിരിക്കും നിങ്ങളുടെ സ്റ്റഡി സെന്റർ വരുന്നത്. അപ്പൊ വന്ന് ചെയ്യാനും എടുക്കാനും ഒക്കെയുള്ള കുറെ ബുദ്ധിമുട്ടുകൾ അവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ വരുന്ന കൺസേൺസ് നിങ്ങൾ റേസ് ചെയ്യേണ്ടത് നിങ്ങളുടെ റെസ്പെക്റ്റീവ്, ഇപ്പൊ ഇതിപ്പോ റീജിയണൽ സെന്ററിൽ നിന്ന് വന്ന ഒരു കാര്യം ആയതുകൊണ്ട് അവരെടുത്ത് ഈ ഒരു കാര്യം അഡ്രസ് ചെയ്യണം. അതുപോലെ സ്റ്റഡി സെന്ററിൽ നിന്നാണ് നിങ്ങൾക്ക് ഒരു ഇന്റിമേഷൻ വരുന്നതെങ്കിൽ അവരെടുത്ത് ഇതുപോലെ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്, ഇതാണ് ഞങ്ങള് പ്രശ്നം എന്നുള്ളതൊന്ന് അഡ്രസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഓക്കെ, കോമൺ ആയിട്ട് ഇഗ്നോ വരുന്ന കാര്യങ്ങളാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്, അതായത് കോമൺ ആയിട്ട് വരുന്ന അസൈൻമെന്റ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ ആണോ മേഘ? ഓക്കെ അല്ലേ? ഓക്കെ മാം. ഓക്കെ. ഇനി ആർക്കെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ വേറെ? മാം, ഒരു കാര്യം കൂടെ, ഇത് ട്രിവാൻഡ്രം റീജിയണൽ സെന്ററിൽ നിന്ന് തന്നെ ക്രിയേറ്റ് ചെയ്ത ഒരു ഗ്രൂപ്പാണ്. അതിലുള്ള എത്ര പേരുണ്ട് എന്ന് എനിക്കറിയില്ല, ഒരു 53 മെമ്പേഴ്സ് കാണിക്കുന്നുണ്ട്. അതിൽ നിന്ന് തന്നെ ഉള്ള ഒരു ഗ്രൂപ്പാണ്. ഓക്കെ, ദാറ്റ് ഇസ് ഫൈൻ. നിങ്ങൾക്ക് അതത് റീജിയണൽ സെന്റേഴ്സും സ്റ്റഡി സെന്റേഴ്സും ഗ്രൂപ്പും ഇമെയിൽ വഴിയൊക്കെ ഇന്റിമേറ്റ് ചെയ്യും. കാരണം മോസ്റ്റ് സ്റ്റുഡൻസ് ചിലപ്പോൾ ഇമെയിൽ നോക്കാൻ കേപ്പബിലിറ്റി ഉള്ളവരായിരിക്കില്ല, മോസ്റ്റ്ലി അവർ വാട്സപ്പ് നോക്കുന്നവരായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കുള്ള ഇന്റിമേഷൻസ് ഇതുപോലുള്ള ഗ്രൂപ്പ്സ് വഴിയും ഒക്കെ കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. അതുപോലെ തന്നെ സ്പാം വരാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ എടുത്തു പറഞ്ഞത്, സ്റ്റഡി സെന്ററിലോ റീജിയണൽ സെന്ററിലോ നിങ്ങൾ വിളിച്ച് ചോദിച്ച് ഈ പറയുന്നതിന്റെ വാലിഡേഷൻ ഉണ്ടാക്കിയെടുക്കുക. ഓക്കെ, അപ്പൊ നമ്മള് അവർ പറയുന്ന രീതിയിലാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റീജിയണൽ സെന്ററോ സ്റ്റഡി സെന്ററോ പറയുന്നതനുസരിച്ചല്ലാതെ നമുക്ക് മുന്നോട്ടൊരു കാര്യം ചെയ്യാൻ പറ്റില്ല. അതിപ്പോ അസൈൻമെന്റിന്റെ കാര്യം ആയിക്കോട്ടെ, പ്രാക്ടിക്കലിന്റെ കാര്യം ആയിക്കോട്ടെ, ക്ലാസ്സസിന്റെ കാര്യമായാലും ഓറിയന്റേഷൻ ആയാലും എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മുടെ അതത് സ്റ്റഡി സെന്റേഴ്സും റീജിയണൽ സെന്റേഴ്സുമാണ്. ഓക്കെ, റീജിയണൽ സെന്റേഴ്സ് ഇൻസ്ട്രക്ട് ചെയ്തത് സ്റ്റഡി സെന്റേഴ്സ് കുറച്ച് പ്രൊവൈഡ് ചെയ്ത് തരുന്നു എന്നുള്ള രീതിയാണ്. ഓക്കെ, അതുകൊണ്ടാണ് പറഞ്ഞത് റീജിയണൽ സെന്ററിലോ സ്റ്റഡി സെന്ററിലോ ജസ്റ്റ് ഒന്ന് ചോദിച്ചു നോക്കാം. ഗ്രൂപ്പുകൾ ക്രിയേറ്റഡ് ആവുന്നത് റിയൽ ആയിട്ടുള്ള കാര്യമാണ്.
അവർ സ്വന്തമായിട്ട് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യും. ഈ ഗ്രൂപ്പുകൾ വഴി തന്നെയാണ് നിങ്ങളുടെ പ്രാക്ടിക്കൽസിന്റെ സെഷൻസ് എപ്പോഴാണ്, ടെൻറ്റേറ്റീവ് ഡേറ്റ്സ് എന്തൊക്കെയാണ് ഇഗ്നോ പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്, ഇതെല്ലാം ഇഗ്നോ റിലേറ്റഡ് കാര്യങ്ങളൊക്കെ അറിയുന്നത് ഈ ഒരു പോർട്ടൽ വഴി തന്നെയാണ്. എങ്കിലും ഇപ്പൊ ഈ പറഞ്ഞ ഈ ഒരു കാര്യം റീജിയണൽ സെന്ററുമായിട്ട് ഒന്ന് ഡിസ്കസ് ചെയ്യണം. അവരുടെ അടുത്ത് വിളിച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ഡിഫിക്കൽട്ടി ഉണ്ട് എന്നുള്ളത് അതൊരിക്കലും നമുക്ക് റേസ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പൊ ലേൺ വൈസ് വഴി നമുക്ക് ഇങ്ങനെ ഈ കുട്ടിക്ക് ഒരു ഇതുണ്ടെന്ന് പറയാൻ പറ്റില്ല. ഹൂഎവർ ടേക്കൺ ദ അഡ്മിഷൻ, അതായത് ഇപ്പൊ മേഘയാണ് അഡ്മിഷൻ എടുത്തത്, മേഘ എന്ത് ചെയ്യണം, ഇങ്ങനെ ചെന്ന് പറയണം. നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നത് ഒരു അസിസ്റ്റൻസ് ആണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത് റീജിയണൽ സെന്ററിൽ അല്ലെങ്കിൽ സ്റ്റഡി സെന്ററിൽ. ഇപ്പൊ റീജിയണൽ സെന്റർ ആയതുകൊണ്ട് മേഘ ഒരു കാര്യം ചെയ്യാം, റീജിയണൽ സെന്ററിൽ ഇങ്ങനെ കുറച്ച് ഡിഫിക്കൽട്ടീസ് ഉണ്ട്, ഡു വി ഹാവ് ടു അറ്റൻഡ് ഓൾ ദ സെഷൻസ് ഇൻ ദിസ് പെർട്ടിക്കുലർ സെഷൻ എന്നുള്ളതൊന്ന് ചോദിക്കാം. ഓക്കെ, എന്നിട്ട് അവരെന്താ പറയുന്നത് എന്നുള്ളത് ഒന്ന് എനിക്ക് ഇന്റിമേറ്റ് ചെയ്താൽ മതി ത്രൂ വാട്സ്ആപ്പ്. ഓക്കെ ആണല്ലോ? ഞാൻ ആ PDF മാമിന് ഷെയർ ചെയ്തിട്ടുണ്ട്, അവരുടെ ഷെഡ്യൂളിന്റെ PDF മാമിന് ഷെയർ ചെയ്തു. ഓക്കെ. അത് ഞാൻ എന്തായാലും നോക്കാം. എന്തായാലും ഈ റീജിയണൽ സെന്ററിനെ പറ്റിയിട്ട് ഒന്ന് എന്താ പറയാ ഡിസിഷൻസും ഇതിന്റെ എല്ലാ ഫൈനൽ ഡിസിഷൻസ് എടുക്കുന്നതും റീജിയണൽ സെന്റർ ആണ്. ബീയിങ് ദ ന്യൂ റിലീസ്ഡ് കോഴ്സ് ആയതുകൊണ്ട് തന്നെ there might be some confusions that is going on. ഓക്കെ, അത് ഹാപ്പൻ ചെയ്യാനുള്ള സ്വാഭാവികമായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഇത് നിങ്ങളുടെ പുതുതായിട്ടുള്ള ഒരു കൺസെപ്റ്റ് അല്ലേ, അതായത് MSc ഇപ്പൊ ഇൻട്രൊഡ്യൂസ് ചെയ്തല്ലേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ വാട്ട് എവർ ഇന്റിമേഷൻസ് ചെയ്യേണ്ടത് അവരാണ് നമ്മളോട് പറയേണ്ടത്. ഇഫ് ദേ ആർ ടെലിംഗ് us ഓക്കെ നിങ്ങൾ ഇങ്ങനെ ചെയ്യൂ എന്ന് പറഞ്ഞാൽ വി ക്യാൻ ഡു ദാറ്റ്. ഓക്കെ, അവർ പറയാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അതൊന്ന് ചോദിച്ചേക്കണം. ഓക്കെ ആണോ മേഘ? ശരിയാ. സോ ഓൾമോസ്റ്റ് എല്ലാവർക്കും അവരവരുടെ ഡൗട്ട്സ് ക്ലിയർഡ് ആയി. ഈ സെഷൻ ഓക്കെ ആണ് എന്ന് തോന്നുന്നു മാം, അല്ലേ? അതെ. അപ്പൊ നമുക്ക് എന്നാ ആക്ഷൻ ടാസ്കിലേക്ക് പോയാലോ, അല്ലേ? ഓക്കെ മാം, പ്രസന്റേഷൻ കാണാലോ, അല്ലേ? കാണാം. ഓക്കെ, കഴിഞ്ഞ 2 സെഷൻസിലും നമുക്ക് ആക്ഷൻ ടാസ്കുകൾ ഉണ്ടായിരുന്നു. ഈ ഒരു സെഷനിൽ നമുക്കൊരു ആക്ഷൻ ടാസ്ക് തന്നിട്ടുണ്ട്. അപ്പം ടാസ്ക് എന്താണ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, നമുക്കിവിടെ 2 ടാസ്കുകളാണ് തന്നിട്ടുള്ളത്. ഫസ്റ്റ് വൺ, നമുക്കിപ്പം നമ്മുടെ MSc കോഴ്സിൽ നമുക്ക് സബ്ജക്ട്സ് പഠിക്കാനുണ്ട്. ഓൾമോസ്റ്റ് 8 സബ്ജക്ട്സ് ആണ് നമുക്ക് കവർ ചെയ്യുന്നത്. അപ്പം നമ്മൾ ഈ ഓരോ സബ്ജക്റ്റിനെ നമ്മളൊരു ഒരു പ്രോഡക്റ്റ് ആയിട്ട് കാണുക. ഓക്കെ, അപ്പം ആ ഒരു പ്രോഡക്റ്റ് ആയിട്ട് കണ്ടിട്ട് ആ ഒരു പ്രോഡക്റ്റിനെ നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്ലോഗൻസ് ആയിക്കോട്ടെ, ടാഗ് ലൈൻസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ഷോർട്ട് വീഡിയോ അല്ലെങ്കിൽ ഒരു വോയിസ് നോട്ടായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, പ്രിപ്പയർ ചെയ്തിട്ട് അത് മെന്റേഴ്സിന് അയച്ചു കൊടുക്കുക. അതാണ് ഒരു ടാസ്ക്. ഓക്കെ, അതൊരു ഫൺ മോഡിൽ എടുക്കുക, ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആക്കണ്ട, ഒരു സിമ്പിൾ ആയിട്ട്. ഓക്കെ, അങ്ങനെ ഒരു ടാസ്ക് ആണത്. പിന്നെ സെക്കൻഡ് വണ്ണ് വരുന്നത്, സപ്പോസ് യു ആർ എ ടീച്ചർ ആൻഡ് ഇഫ് യു ആർ ഗോയിങ് ടു give the option to teach any of our first year course, which course would be like to teach and why? അപ്പൊ നമ്മുടെ ഫസ്റ്റ് ഇയറിലെ സബ്ജക്ട്സ് എടുത്തു കഴിഞ്ഞാൽ അതിൽ ഏതെങ്കിലും ഒരു കോഴ്സ് ചൂസ് ചെയ്യാം. അപ്പം ആ ഒരു കോഴ്സ് നമ്മൾ ചൂസ് ചെയ്യാനുള്ള കാരണം എന്താണ് എന്നുള്ള കാര്യങ്ങളിലൂടെ മെൻഷൻ ചെയ്യാം. അങ്ങനെ 2 ടാസ്കുകളാണ് നമുക്കുള്ളത്. ഓക്കെ, അപ്പൊ ഈ 2 ടാസ്കുകളും മാക്സിമം പെട്ടെന്ന് തന്നെ പ്രിപ്പയർ ചെയ്ത് മെന്ററിന് അയച്ചു കൊടുക്കുക. ഓക്കെ, ഇതാണ് നമ്മളുടെ ഇന്നത്തെ ആക്ഷൻ ടാസ്ക്. അപ്പം ടാസ്കുകളൊക്കെ കൃത്യമായിട്ട് ചെയ്യുക, കാരണം നമ്മൾ ഇത് ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ബെസ്റ്റ് പെർഫോമൻസിനെയൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് മാക്സിമം ആക്ഷൻ ടാസ്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്യുക ഓൺ ടൈം. ഓക്കെ, നമുക്ക് ഇത്രയും കാര്യങ്ങളായിരുന്നു ഇന്നുണ്ടായിരുന്നത്. അപ്പം ഒരു കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക, നമ്മുടെ അടുത്ത സെഷൻ 4 എന്ന് പറയുന്നത് നാവിഗേറ്റിംഗ് ലേൺ വൈസ് പ്ലാറ്റ്ഫോംസ് എന്നുള്ളതാണ്. അതായത് നമ്മുടെ ലേൺ വൈസിൽ അവൈലബിൾ ആയിട്ടുള്ള ഡിഫറെന്റ് പ്ലാറ്റ്ഫോംസ് ഉണ്ട്. യൂട്യൂബ് ആയിക്കോട്ടെ, ഇൻസ്റ്റഗ്രാം ആയിക്കോട്ടെ, അങ്ങനെ വെബ്സൈറ്റ്, ലേൺ വൈസിന്റെ വെബ്സൈറ്റ്, അങ്ങനെ ഡിഫറെന്റ് പ്ലാറ്റ്ഫോംസ് ഉണ്ട്. അപ്പൊ ഇതിനെ ഓരോന്നും നമുക്ക് എങ്ങനെ എഫക്റ്റീവായിട്ട് റിസോഴ്സസ് യൂട്ടിലൈസ് ചെയ്യാം, ഇതിനെ പറ്റിയിട്ടൊക്കെ ഉള്ള ഒരു സെഷൻ ആയിരിക്കും നെക്സ്റ്റ് വൺ. അപ്പൊ മാക്സിമം അതും കൂടെ എല്ലാവരും അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ഓക്കെ മാം, ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഫിനിഷ് അല്ലേ നമുക്ക്? അതെ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ സിലബസ് ഡീകോഡിംഗ് ആയിരുന്നു, പിന്നെ അതുപോലെ തന്നെയുള്ള പ്രിപ്പറേഷൻസ് കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ നമ്മളുടെ അജണ്ടയിൽ ഉണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തു. സ്റ്റുഡൻസിന്റെ ഡൗട്ട്സ് നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാലോ, അല്ലേ സെഷൻ? ഓക്കെ, നമുക്കെങ്കിലും ഈ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. വൺസ് അഗെയിൻ താങ്ക് യു ഓൾ ദി വെരി ബെസ്റ്റ്.
ഓക്കെ, അപ്പൊ ഈ സെഷൻ അറ്റൻഡ് ചെയ്ത എല്ലാവർക്കും ഞങ്ങളുടെ ലേൺ വൈസിന്റെ ടീമിന്റെ വക ഒരു വലിയ താങ്ക്സ് ഉണ്ട്. കാരണം നിങ്ങൾ ഈ സെഷന് വളരെ അറ്റൻറ്റീവ് ആയിട്ട് ഇരുന്ന് ആ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു. നമ്മൾ പറയുന്നത് അത് ആ രീതിയിൽ തന്നെ എടുക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചു. ഈ കാര്യങ്ങൾ ഇപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സെഷൻ ക്രിയേറ്റ് ചെയ്തപ്പോഴത്തേക്കും ഇത്രയും നല്ലൊരു ഓവർവെൽമിംഗ് പാർട്ടിസിപ്പേഷൻ തന്നതിന് എന്റെ എല്ലാ ലേണേഴ്സിനും എന്റെയും ലേൺ വൈസിന്റെയും വക ഞാനൊരു ബിഗ് താങ്ക് യു പറയുന്നു. അതുപോലെ തന്നെ ഈ ഒരു സെഷൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്ത അർച്ചന മാമിനും അക്ഷര മാമിനും ഞാൻ ഈ ഒരു സെഷനിൽ താങ്ക് യു പറയുന്നു. സോ ഓക്കെ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.